ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിജിത് റോയ് എന്ന ചെറുപ്പക്കാരനെ ബംഗ്ലാദേശിലെ ഭീകരവാദികൾ നിഷ്ഠൂരമായി കൊല ചെയ്ത സംഭവം നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി. അതിനുശേഷം ബംഗ്ലാദേശിൽ തന്നെ വീണ്ടും 2 ചെറുപ്പക്കാരായ ബ്ലോഗർമാർ കൂടി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 5 പേരാണ് ധാക്കയിൽ ഇതുപോലെ അരുംകൊല ചെയ്യപ്പെട്ടത്. ഈ സംഭവങ്ങൾ യാദൃച്ഛികമായി എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ സന്ദർഭത്തിൽ പെട്ടെന്ന് പ്രകോപനമുണ്ടായി നടത്തിയ കൊലപാതകങ്ങളല്ല, മറിച്ച് വളരെ ആസൂത്രിതമായി മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളാണ്. ഏകദേശം 80-ൽ പരം ആളുകളുടെ ലിസ്റ്റ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മതഭീകരവാദികൾ ധാക്കയിലെ തെരുവിൽ റാലി നടത്തിയതിന് ശേഷമാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. ആ റാലിയിൽ അവർ ആർത്തു വിളിച്ചത് അവർ പൊക്കിപ്പിടിച്ച ലിസ്റ്റിലുള്ള 80-ൽ പരം ബ്ലോഗർമാരെ വധിക്കണം എന്നാണ്, കൊല്ലണം എന്നാണ്. അത് കൊല്ലാൻ ബംഗ്ലാദേശിലെ ഭരണകൂടം തയ്യാറാവുന്നില്ലെങ്കിൽ ആ പണി ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ് തെരുവിൽ അവർ പ്രഖ്യാപിച്ചത്. ആ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് 5 പേർ കൊല ചെയ്യപ്പെട്ടത്. ബാക്കി ആ ലിസ്റ്റിലുള്ള ആളുകൾ ഓരോന്നോരോന്നായി ഇനിയും കൊല്ലപ്പെടാൻ പോവുകയാണ്. എന്താണ് അവിജിത് റോയിയും മറ്റു ബ്ലോഗർമാരും അവിടെ ചെയ്തത്? ഇദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അമേരിക്കയിലും പിന്നീട് സിംഗപ്പൂരിലും ജോലി ചെയ്തു വരവേ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം ബ്ലോഗിൻ്റെ രൂപത്തിലും പിന്നീട് സ്വന്തമായി ഒരു വെബ്സൈറ്റ് മുക്തമോണ എന്ന പേരിൽ ഒരു സ്വതന്ത്ര ചിന്തകരുടെ ഒരു വെബ്സൈറ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് ആ വെബ്സൈറ്റിലൂടെയും തൻ്റെ ബ്ലോഗിലൂടെയും സെക്യുലർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ള അപരാധം. ഇദ്ദേഹം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അദ്ദേഹത്തോട് താക്കീത് ചെയ്തിരുന്നു, താങ്കൾ ഒരിക്കലും ബംഗ്ലാദേശിലേക്ക് വരരുത് എന്ന്. പക്ഷേ തൻ്റെ മുത്തശ്ശി, ആസന്ന മരണയായ മുത്തശ്ശിയെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ധാക്കയിൽ എത്തിയത്. ആ എത്തിയ സന്ദർഭത്തിൽ അവിടെ ഒരു പുസ്തക മേള നടക്കുന്നു. ആ പുസ്തകമേളയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, അവിടെ കുറച്ച് സമയം ചെലവഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഓട്ടോഗ്രാഫ് എഴുതിക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ഭീകരവാദികൾ. അവരുടെ സംവിധാനങ്ങളെ ചലിപ്പിക്കുകയും ആ ബുക്ക് ഫെയറിൽ നിന്നും അദ്ദേഹം തിരിച്ചു പോകുന്നതിനിടെ റോഡിലിട്ട് പട്ടാപ്പകൽ അദ്ദേഹത്തെ വെട്ടി നുറുക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഒരു കനേഡിയൻ പൗരത്വമുള്ള ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. അവർക്ക് മറ്റൊരു ആദ്യ ഭർത്താവിലുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്. 2 പേരും വളരെ സെക്യുലറായിട്ട് സന്തോഷമായിട്ട് അമേരിക്കയിലും സിംഗപ്പൂരിലൊക്കെ ജീവിച്ചു വരികയാണ്. അദ്ദേഹം തസ്ലീമ നസ്രീൻ്റെ ഒരു വലിയ ഫാനായിരുന്നു.
തസ്ലീമ നസ്രീനെ ധാക്കയിൽ നിന്ന് തുരത്തി ഓടിച്ച സന്ദർഭത്തിൽ അവരുടെ സാഹിത്യങ്ങളൊക്കെ വായിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക്, പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്, അദ്ദേഹം ശാന്തിനികേതനിൽ, കൽക്കട്ടയിലെ പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ അദ്ദേഹം കുറച്ചു കാലം പഠിക്കാനായിട്ട് വരികയും ആ സമയത്ത് ടാഗോറിൻ്റെയും മറ്റും സാഹിത്യങ്ങൾ വായിച്ച് അതിലാകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ഒരു മതേതര ചിന്താഗതിക്കാരനായത് എന്നും പറയപ്പെടുന്നുണ്ട്. തസ്ലീമയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ബംഗ്ലാദേശിലെ മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഭീകരവാദ ചിന്താഗതികൾക്കെതിരായിട്ടുമൊക്കെ വളരെ ധീരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിലൂടെ അദ്ദേഹം എഴുതി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ, തസ്ലീമ നസ്രീൻ അടക്കമുള്ള ധാരാളം എഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ നാട്ടിലും അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടുള്ള ധാരാളം യുക്തി ചിന്തകരുണ്ടായിരുന്നു. തസ്ലീമ നസ്രീൻ ബംഗ്ലാദേശിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടത് നമുക്കൊക്കെ അറിയാം. ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ മുഹമ്മദ് നബിയെയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെയോ അല്ലെങ്കിൽ അവരുടെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനെയോ ഒന്നും വിമർശിച്ചതിൻ്റെ പേരിലല്ല. തസ്ലീമ നസ്രീനെ എതിരെ വധഭീഷണി മുഴക്കുന്നതും അവർ നാടുവിട്ടു പോകുന്നതും ലജ്ജ എന്ന പേരിൽ ഒരു ഡയറി കുറിപ്പ് എഴുതിയതിൻ്റെ പേരിലാണ്. നോവൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു നാൾവഴിക്കുറിപ്പ് പോലെ, ഒരു ഡയറി കുറിപ്പ് പോലെ അവരെഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതുന്നത് ബാബറി മസ്ജിദിൻ്റെ ഡെമോളിഷന് ശേഷം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു മത ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിഭീകരമായ അക്രമങ്ങളും കൂട്ടക്കൊലകളും ക്ഷേത്ര കൊള്ളയടികളും എല്ലാം ആയി ബന്ധപ്പെട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങൾ, ഹിന്ദു വ്യക്തികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു നാൾവഴി ചിത്രമാണ് ലജ്ജ എന്ന പുസ്തകത്തിൽ അവർ ആവിഷ്കരിച്ചത്. അതിനകത്ത് ഖുർആനെ വിമർശിച്ചിട്ടില്ല, ഞാൻ വായിച്ചതാണ് ആ പുസ്തകം. ഖുർആനെ വിമർശിച്ചിട്ടില്ല, മുഹമ്മദ് നബിയെ വിമർശിച്ചിട്ടില്ല, യാതൊന്നുമില്ല. ആ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് മാത്രമേ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഏതുപോലെ ഗുജറാത്തിലെ കലാപത്തിന് ശേഷം അവിടെയുള്ള മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെക്കുറിച്ച് നമ്മുടെ ടീസ്റ്റ സെറ്റിൽവാദിനെ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഏത് രീതിയിലാണോ പ്രതികരിക്കുന്നത് അതേ രീതിയിൽ ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നതാണ് തസ്ലീമ ചെയ്ത കുറ്റം. അതിനാണ് അവർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചതും അവർ ഇന്നും ഒളിവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സംഗതി? ഇസ്ലാം എന്ന മതം യഥാർത്ഥത്തിൽ ഒരു പ്രാകൃത ഫാസിസ്റ്റ് ഗോത്ര ദർശനമാണ്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന വളരെ പ്രാകൃതരായിട്ടുള്ള ഒരു നാടോടി ഗോത്രത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗോത്ര ദർശനമാണ് ഇസ്ലാം. അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ രീതിശാസ്ത്രമാണ്. ഭീതി പരത്തിക്കൊണ്ട്, ഭീകരത പരത്തിക്കൊണ്ട്, ആളുകളെ വിറപ്പിച്ചുകൊണ്ട്, അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു മതം ഉണ്ടാക്കുക, ഒരു ഗോത്ര സമൂഹത്തെ ഒരു രാഷ്ട്രമാക്കി വികസിപ്പിക്കുക എന്ന രാഷ്ട്രീയ രീതിശാസ്ത്രമാണ് ഇസ്ലാമിൽ മുഹമ്മദ് എന്ന പ്രവാചകൻ ആവിഷ്കരിച്ചത്. ആ രീതിശാസ്ത്രം തന്നെയാണ് ഇന്നും ഇസ്ലാം ലോകത്ത് എല്ലായിടത്തും പിന്തുടരുന്നു. ഈ രീതിശാസ്ത്രം പറ്റുന്നിടത്തെല്ലാം അവർ പ്രയോഗിക്കുന്നു. കൊല ചെയ്യാൻ പറ്റുന്നിടത്ത് കൊല ചെയ്തുകൊണ്ട്, കയ്യും കാലും വെട്ടാൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്തുകൊണ്ട്,
മറ്റു രീതിയിൽ അഭിപ്രായം പറയുന്ന ആളുകളെ ജയിലിൽ അടച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തുകൊണ്ട്, അതിനൊന്നും പറ്റാത്ത സ്ഥലങ്ങളിൽ കുടുംബം തകർത്തുകൊണ്ട്, ഊരുവിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട്, ഒറ്റപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് ആണ് ഈ മതം രൂപപ്പെട്ടതും ഈ മതം വികസിച്ചതും അത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ചതും ഇന്നും ഈ മതം ലോകത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഇതേ രീതിശാസ്ത്രം ഉപയോഗിച്ചു. ഇവിടെയാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചൊക്കെ ഈ മതവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ ഇസ്ലാമിന് മാത്രമല്ല ഈ അസുഖം ഉള്ളത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ 3 വൃദ്ധന്മാർ, വയോജനങ്ങളായിട്ടുള്ള 3 എഴുത്തുകാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഇതുപോലെ കൊല ചെയ്തു. വ്യത്യാസം, അവിടെ കൊല ചെയ്യപ്പെട്ടത് ചെറുപ്പക്കാരാണ്, ഇവിടെ വൃദ്ധരാണ്. അവിടെ കൊല ചെയ്യാൻ ഉപയോഗിച്ചത് കത്തിയാണ്, ഇവിടെ കൊല ചെയ്യാൻ ഉപയോഗിച്ചത് തോക്കാണ്. ഈ 2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. നരേന്ദ്ര ദബോൽക്കർ മഹാരാഷ്ട്രയിൽ വളരെ കാലമായി അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും അനാചാരങ്ങൾക്കെതിരായിട്ടും ആശയപ്രചരണം നടത്തുകയും നിയമനിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത നരേന്ദ്ര ദബോൽക്കർ 68 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അതിനുശേഷം ഗോവിന്ദ് പൻസാരെ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു, അദ്ദേഹത്തിന് 83 വയസ്സാണ് പ്രായം. അതിനുശേഷം ഏറ്റവും അവസാനമാണ് നമ്മുടെ കർണാടകയിൽ കൽബുർഗി എന്ന് പറയുന്ന 77 വയസ്സുള്ള അദ്ദേഹം, ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെയും വെടിവെച്ച് കൊന്നത്. ഇവരുടെയും ലക്ഷ്യം സെയിമാണ്. ഇപ്പം ഈ വൃദ്ധന്മാരെയൊക്കെ കൊന്നതുകൊണ്ട് അവരുടെ ആശയങ്ങൾ ഇല്ലാതാവുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളൊന്നല്ല ഇത് ചെയ്തത്. പക്ഷേ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഈ ഭീതി പരത്തിക്കൊണ്ട് നിങ്ങളെല്ലാം ഞങ്ങളിതാ ശരിപ്പെടുത്താൻ പോകുന്നു എന്ന സന്ദേശം നൽകുക എന്നത് തന്നെയായിരുന്നു ഈ വൃദ്ധജനങ്ങളെ കൊല്ലുന്നതിലൂടെ ഈ വിഭാഗവും മുന്നോട്ട് വെച്ചത്. ചേകനൂർ മൗലവിയുടെ അനുഭവം നമുക്കറിയാം. കേരളത്തിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥ, എന്ത് ചെയ്തു എന്ന് പോലും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ചുട്ടുതിന്നു. അദ്ദേഹം മതനിഷേധിയായിരുന്നില്ല, ദൈവനിഷേധിയായിരുന്നില്ല, അദ്ദേഹം ഈ പറയുന്നതൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മതത്തിനകത്തു നിന്നുകൊണ്ട് സാമ്പ്രദായികമായ മതത്തിൻ്റെ ചില ആചാരങ്ങളെയും രീതിശാസ്ത്രങ്ങളെയും ചോദ്യം ചെയ്ത ഒരു പരിഷ്കരണവാദി മാത്രമായിരുന്നു. അദ്ദേഹത്തെ അതുപോലെയാണ് കൊല ചെയ്തത്. ഇത് യൂറോപ്പിൽ ഒരു കാലത്ത് ക്രിസ്തുമതം ഈ രീതി അവലംബിച്ചിരുന്നു. ലോകചരിത്രത്തിലെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്തുമതം ഒരുപാട് നരഹത്യകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ 18-ാം നൂറ്റാണ്ടിന് ശേഷം നവോത്ഥാന ചിന്ത യൂറോപ്പിലും മറ്റും ആഞ്ഞടിച്ചതിന് ശേഷം ക്രിസ്തുമതം ഒരുപാട് മാറ്റത്തിന് സ്വയം വിധേയമായി. കേരളത്തിൽ പോലും ക്രിസ്തുമതം ഇന്ന് പഴയതുപോലെ തമ്മാടിക്കുഴിയുടെ ആ ഒരു രീതിശാസ്ത്രം ഉപയോഗിക്കുന്നില്ല. പോകുന്നവർക്ക് പോകാം, വരുന്നവർക്ക് വരാമെന്ന രീതിയിൽ 2 വാതിലും തുറന്നു വയ്ക്കുന്ന സമീപനം ക്രിസ്തുമതം ഏറെക്കുറെ സ്വീകരിച്ചിട്ടുണ്ട്. അവരും വേറെ ചില തന്ത്രങ്ങളാണ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും പ്രയോഗിക്കുന്നത്. പഴയ തമ്മാടിക്കുഴിയൊന്നും ഇപ്പോൾ അവർ പ്രയോഗിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം അതിൻ്റെ രീതിശാസ്ത്രത്തെ മാറ്റാൻ അവർ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലോ പോലും ഇന്നുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഇരവാദം ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ അവർ വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കും. എന്നാൽ അല്പം ശക്തി നേടിക്കഴിഞ്ഞാൽ, കയ്യൂക്ക് നേടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഈ രീതിശാസ്ത്രം അവലംബിക്കുകയും തനി ഫാസിസ്റ്റുകളായിട്ട് രംഗത്ത് വരികയും ചെയ്യും. ഇരവാദം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന അക്രമങ്ങൾക്ക് ന്യായമായി പറയുന്ന ഒരു വിചിത്രമായ വാദമാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മറ്റുള്ളവർ ഭയപ്പെടുന്നു എന്ന് ഭയപ്പെടുന്നവരെ കുറ്റപ്പെടുത്തുന്ന ആരോപണമാണ് ഇസ്ലാമോഫോബിയ.
എന്നുവെച്ചാൽ ഭയപ്പെടുന്നവരാണ് കുറ്റക്കാർ. ഇപ്പൊ നമ്മൾ പേപ്പട്ടിയെ ഭയപ്പെടുന്നു. പേപ്പട്ടികൾ ഓടി വരുമ്പോൾ കടിക്കും. എല്ലാ പട്ടികളും പേപ്പട്ടികളല്ല നമുക്കറിയാം. പക്ഷെ നമ്മുടെ നേരെ ഓടി വരുന്ന ഒരു പട്ടി പേപ്പട്ടിയാണോ അല്ലേ എന്ന് നമ്മളിപ്പോൾ തൽക്കാലം മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് ഓടാൻ നിൽക്കില്ല. നമ്മൾ ഓടും, പേപ്പട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഓടും. കാരണം അത് പരിണാമത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ അതിജീവനത്തിന് വേണ്ടി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു അനുകൂലനമാണ്. കാരണം അതിജീവനത്തിന് ആവശ്യമാണ് ഭയം എന്നുള്ളത്. അവിടെ പരിശോധന നടത്തിയിട്ട് ഇത് നമുക്ക് ദോഷം ചെയ്യുമെന്ന് ഉറപ്പായതിനു ശേഷമല്ല ഏത് പട്ടി നേരെ വന്നാലും ഓടുക എന്നുള്ളത് ഒരു ജൈവ സ്വഭാവമാണ്. പക്ഷെ പേടിക്കുന്നവരെ, പേപ്പട്ടിയെ പേടിക്കുന്നവരുടെ പേപ്പട്ടി ഫോബിയക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ യാതൊരു യുക്തിയില്ല. അതാണ് എല്ലാ പട്ടികളും പേപ്പട്ടികളല്ലെങ്കിലും നമ്മുടെ നേരെ കുറച്ച് വരുന്ന ഏത് പട്ടിയെയും നമ്മൾ പേപ്പട്ടിയായി കണ്ടുകൊണ്ട് ഓടണം. അത് നമ്മുടെ അതിജീവനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് പേപ്പട്ടി ഫോബിയ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് അല്ല. അതേപോലെ തന്നെയാണ് ഇന്ന് ഇസ്ലാമോഫോബിയ ഇന്ന് ലോകത്ത് ഉണ്ടെങ്കിൽ അതിനാരാണ് കാരണക്കാർ? ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങിയത്? ഞാൻ ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ ഏകദേശം വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പിറവിയോടൊപ്പം പെറ്റു വീണിട്ടുള്ള മറുപിള്ളയാണ്. ഇസ്ലാം പിറന്നു വീഴുമ്പോൾ ഒപ്പം പ്ലാസന്റെ പോലെ പിറന്നു വീണിട്ടുള്ള ഒരു സാധനമാണ് ഇസ്ലാമോഫോബിയ. കൃത്യമായ തെളിവുണ്ട്. സഹീഹുൽ ബുഖാരി എന്ന ഇസ്ലാം മതത്തിന്റെ 2-ാം പ്രമാണത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. എന്താ ഹദീസിൽ പറയുന്നത്? പ്രവാചകനായ മുഹമ്മദ് നബി പറയാണ്, ഒരു മാസത്തെ വഴിദൂരം വരെയുള്ള ആളുകളിൽ മുഴുവനും എന്നെ കുറിച്ച് ഭീതി ജനിപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചു. എന്താ ഒരു മാസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ? ഒരു മാസം അന്നത്തെ വാഹനത്തിൽ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം റേഡിയസ് ആയിട്ട് വരക്കുന്ന സർക്കിള്. ആ സർക്കിളിൻ്റെ അകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. അത് അള്ളാഹ് എന്നെ സഹായിച്ചതാണ് എന്ന് നബി പറയുന്നതായിട്ട് ബുഖാരിയിൽ ഹദീസുണ്ട്. മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ദൈവം അയച്ച മഹാനായ ഒരു പ്രവാചകൻ പറയേണ്ട വർത്താനാണോ അത്? ഇതിനെക്കുറിച്ച് പേടിയിരിക്കുന്നു ലോകത്തെ. ഈ പേടിപ്പിക്കാൻ വരുന്ന ആളെങ്ങനെ പ്രവാചകനാവുന്നത്? ഒരു ഭീകരനെയല്ലേ മനുഷ്യനെ പേടിക്കുക? ഒരു ഭീകരനെ അയച്ച് മനുഷ്യനെ പേടിപ്പിക്കാൻ സഹായിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവവും ഭീകരനല്ലേ? അങ്ങനെയുള്ള ദൈവവും ദൈവദൂതനും ഭീകരനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു മതത്തെ ലോകത്ത് മനുഷ്യർ പേടിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അതിനൊക്കെ വാരിപ്പുണരാൻ പറ്റും? സ്നേഹത്തോടു കൂടി വാരിപ്പുണരുന്നില്ലെങ്കിൽ ആരുടെ കുറ്റമാണത്? ഇവിടെ ഈ ഇസ്ലാമോഫോബിയ എന്ന ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടവർ, അല്ലെങ്കിൽ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത് നമ്മൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചാൽ നമുക്കറിയാം. അക്രമങ്ങൾ നടത്തുന്നത്, കൊലപാതകങ്ങൾ നടത്തുന്നത്, നേരത്തെ പറഞ്ഞതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ ചെറിയൊരു ശതമാനം ആളുകളേ ഉള്ളൂ, സംശയമൊന്നുമില്ല. മുസ്ലിം മതവിശ്വാസികൾ എല്ലാവരും വാളും കൊണ്ട് നടക്കുന്നല്ല, എല്ലാവരും കാണുന്നവരൊക്കെ വെട്ടിക്കൊല്ലുന്നൊന്നുമില്ല. പക്ഷേ കുറച്ചാളുകൾ എല്ലായിടത്തും ഈ പണി ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനം. ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെതിരായിട്ട് ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് തങ്ങളുടെ മതത്തിന്റെ അഭിമാനവും സൽപ്പേരും രക്ഷപ്പെടുത്താനും ദുഷ്കീർത്തി ഇല്ലാതാക്കാനും കഠിന പരിശ്രമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു ആരോപണമാണെന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ആ പ്രതികളുടെ അടക്കം പിടിക്കപ്പെട്ട പ്രതികളെ അടക്കം ചോദ്യം ചെയ്തവരും അതുപോലെ തന്നെ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ, മുസ്ലിം സ്വാധീനമുള്ള അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ടുള്ള സർവേകൾ നടന്നിട്ടുണ്ട്. ആ സർവേകളിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ ISISIയുടെ പ്രവർത്തനങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യം നേരിട്ടവരിൽ 80%, മുസ്ലിം വിശ്വാസികൾ, പല കാറ്റഗറിയിൽപ്പെട്ട മുസ്ലിം വിശ്വാസികൾ യോജിക്കുന്നു എന്നാണ് പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ISI എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷം, അക്രമികൾ, കുറച്ച് പേപ്പട്ടികൾ മാത്രമല്ല, എല്ലാവരിലും ഈ പേവിഷം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സാർവത്രികമായ പിന്തുണ ഉണ്ട് ഇതിന് എന്നാണ് അർത്ഥം. കേരളത്തിൽ പോലും ഇതാണ് അവസ്ഥ. കേരളത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വളരെ കുറച്ച് ആളുകളുള്ളൂ. ചേകനൂർ മൗലവിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് കുറച്ചാളുകളാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം അവലംബിച്ച ഒരു മൗനമുണ്ട്, വാചാലമായ മൗനം. ആ മൗനം കൊണ്ട് ഈ കൊലയാളികൾക്ക് അഭിവാദ്യമർപ്പിക്കുകയാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ചെയ്തത്. ഒരു MN കാരശ്ശേരി അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ വിരലിലെണ്ണാവുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾ മാത്രമാണ് ആ ഒരു ഇഷ്യൂവിൽ മനുഷ്യാവകാശത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിക്കാൻ തയ്യാറായത്. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്ത്? നമ്മുടെ മാധ്യമം പോലുള്ള പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചേകനൂർ മൗലവിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാരുണമായി കൊല്ലപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ച് അങ്ങേര് 4 പെണ്ണ് കെട്ടിയിരിക്കുന്നു, അങ്ങേര് വട്ടിപ്പലിശ കൊടുക്കുന്ന ആളാണ്, കള്ളനാണ് എന്ന് പറയുകയായിരുന്നു. അത് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കൊന്നത് നന്നായി എന്നാണ്. തസ്ലീമ നസ്രീന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ട് തസ്ലീമ നസ്രീനെ ഇവിടുത്തെ പാർലമെന്റ് അംഗങ്ങളും MLA മാരൊക്കെ കൂടി അടിച്ചപ്പോഴും മാധ്യമം പറഞ്ഞത് അത് തന്നെ. തസ്ലീമ നസ്രീനെ അവിടുന്ന് ആട്ടി ഓടിച്ചപ്പോൾ മാധ്യമം എഡിറ്റോറിയൽ എഴുതി തസ്ലീമ ഉരുമ്പെട്ടപ്പോൾ എന്നായിരുന്നു ആ എഡിറ്റോറിയലിന്റെ തലക്കെട്ട്. എൻ്റെ കയ്യിലുണ്ട് ആ സാധനം, എപ്പോഴും ഉണ്ട്. ഉരുമ്പെട്ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ത്രീയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും മോശമായ പദപ്രയോഗം. ആ പദപ്രയോഗം തലക്കെട്ടാക്കിക്കൊണ്ട് എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് തസ്ലീമയുടെ കിടപ്പറ രഹസ്യങ്ങളും പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യാനാണ് മാധ്യമം പോലുള്ള ഇന്ന് വലിയ പുരോഗമനം ചമയുന്ന പത്രങ്ങൾ വരെ ഇവിടെ. ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത് എന്താണ്? ഞങ്ങൾ ഇതിനൊക്കെ അനുകൂലമാണെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിനോടൊന്നും നിങ്ങൾ നല്ല കുട്ടപ്പന്മാരാണെന്ന് തന്നെ അർത്ഥം. ഇനി മുസ്ലിം സമുദായത്തിന്റെ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ സംഘടനാ സംവിധാനം, മതപരമായ സംഘടിത സംവിധാനം ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവർക്ക് മഹല്ലുകളുണ്ട്. മഹല്ലുകളെ നിയന്ത്രിക്കുന്ന മേൽമഹല്ലുകളും കമ്മിറ്റികളും കാര്യങ്ങളും ഉണ്ട്. തങ്ങന്മാരും അതുപോലെയുള്ള വലിയ വലിയ ആശാന്മാരും ഉണ്ട്. അവരൊക്കെ ഒരു ഫത്വ പുറപ്പെടുവിച്ചാൽ അല്ലെങ്കിൽ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചാൽ അതനുസരിച്ചാണ് താഴേക്കടയിലുള്ള മഹല്ലുകളും പള്ളി കമ്മിറ്റികളും മറ്റു സംവിധാനങ്ങളും പ്രവർത്തിക്കുക. ഒരു വ്യക്തി മതവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ, ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിടാതെ 4 ദിവസം നടന്നാൽ, അതല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുക്കനുമായിട്ട് അങ്ങാടിയിൽ എവിടെയെങ്കിലും നിന്ന് 2 വർത്തമാനം പറഞ്ഞാൽ, അന്നേരം ഈ മഹല്ല് കമ്മിറ്റിയൊക്കെ വളരെ ശക്തമായി ഇടപെടുന്നുണ്ട്. അന്നേരം പിടികൂടുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, ഊര് വിലക്കുന്നുണ്ട്, കുടുംബത്തെ വിലക്കുന്നുണ്ട്. എല്ലാ തരത്തിലും അവരുടെ നേരെ ഈ പറയുന്ന എല്ലാം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ മഹല്ലുകളിൽ നിന്നൊക്കെ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് പോയി തടിയന്റെ അവിടെ നസീറിന്റെ കൂടെ അല്ലെ അതുപോലുള്ള ആളുകളുടെ കൂടെ പോയി പിടിക്കപ്പെട്ടാലും തെളിയിക്കപ്പെട്ടാലും ഭീകരപ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കപ്പെട്ടാലും അവരുടെ മഹല്ലുകളിൽ നിന്ന് ആ വ്യക്തികൾക്കെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കിയതായിട്ട് ഇന്നുവരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, എനിക്കറിയാം, എൻ്റെ കുടുംബത്തിൽ പോലുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് അവരുടെ കുടുംബങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ. അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ക്രിമിനൽ കണക്കുകൾ പരിശോധിച്ചാൽ, ക്രിമിനൽ കേസുകളുടെ പത്രവാർത്തകളുടെയും പോലീസ് കേസുകളുടെയും അടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മത ഉത്ബോധനം നടത്തുന്ന മുസ്ലിം സമുദായമാണ് ആ മേഖലയിൽ 1ാം റാങ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മതം പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സമുദായം 2ാം സ്ഥാനത്തുണ്ട്. മതം തീരെ പഠിപ്പിക്കാത്ത ഹിന്ദു സമുദായം ഏറ്റവും മോശമാണ്. ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ മതം പ്രചരിപ്പിക്കുന്ന, മത ഉത്ബോധനം നടത്തുന്ന സമുദായത്തിലാണ്. അങ്ങനെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, വണ്ടി മോഷ്ടിക്കാൻ പോയി, അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി, അല്ലെങ്കിൽ പെൺവാണിഭത്തിന് പോയി, കള്ളക്കടത്തിന് പോയി, കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാൻ പോയി, അങ്ങനെയുള്ള
ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയിട്ട് വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ നിന്ന് ഏതെങ്കിലും കുട്ടിയെ ഏതെങ്കിലും ചെറുപ്പക്കാരനെ പുറത്താക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹലിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയല്ല ഏതെങ്കിലും 10,000-10,000 കേസിൽ കുടുങ്ങിയിട്ട് കാലാകാലം ജയിലിൽ കിടന്നാലും മരിച്ചാൽ പള്ളി കൊണ്ടുവരില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് യുക്തിവാദി സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചാൽ പള്ളി കൊണ്ടുപോകില്ല, കല്യാണത്തിന് സഹായിക്കില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കും, കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, മഹലിൽ നിന്ന് പുറത്താക്കും, എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സമുദായത്തിന്റെ പ്രതിച്ഛായ സമൂഹത്തിന്റെ മുമ്പിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല? ഇതൊന്നും അവരുടെ അജണ്ടയിലില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ പലതിനോടും ഈ സമൂഹം മൗനസമ്മതമാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പലപ്പോഴും എടുത്തത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, സമാധാനം തുടങ്ങിയിട്ടുള്ള സാമൂഹിക മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മൂല്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഈ സങ്കല്പങ്ങളൊന്നും തന്നെ ലോകത്ത് മനുഷ്യരാശിക്ക് സംഭാവന നൽകിയത് ഒരു മതമോ ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു മതാചാര്യനോ അല്ലെങ്കിൽ ഒരു മതവെളിപാട് പുസ്തകമോ അല്ല. ഒരു മതത്തിലും ഒരു മതപുസ്തകത്തിലും ഒരു മതാചാര്യന്റെ തിരുമൊഴികളിലും ജനാധിപത്യത്തെക്കുറിച്ച് കമാ എന്ന് മിണ്ടിയിട്ടില്ല. മതേതരത്വം എന്ന സങ്കല്പത്തെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, ആധുനിക സങ്കല്പത്തിലുള്ള മനുഷ്യാവകാശ തത്വങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സമാധാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. സമാധാനം എന്നാണ് മതത്തിന്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥം എന്നൊക്കെ ഇപ്പോ ബഡായി പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടായത്? ഇതൊക്കെ ഉണ്ടായത് 19-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്ത് മത ആധിപത്യത്തെ, മതവും രാഷ്ട്രീയവും മതവും ഭരണകൂടങ്ങളും കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയിരുന്ന ആ ഒരു ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, മതത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള സ്വതന്ത്ര ചിന്തയും നവോത്ഥാന ചിന്തയുടെയും ഫലമായി സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാമൂഹ്യ മൂല്യസങ്കല്പങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും. ഒരു മതവും ഇതേക്കുറിച്ചൊന്നും മിണ്ടിയതായിട്ട് കാണുന്നില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ വലിയ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയും. ഇത് ജനാധിപത്യത്തിന്റെ ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമാണ്. നമ്മുടെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ വ്യവസ്ഥ അതല്ല യഥാർത്ഥത്തിൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അത് ഡെമോക്രസിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആധുനിക മനുഷ്യൻ, പരിഷ്കൃത മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത, വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഡെമോക്രസി. എന്താണ് ആ സംസ്കാരത്തിന്റെ സവിശേഷത? അത് മനുഷ്യർക്ക് അവരുടെ ചിന്തകളെ, അവരുടെ ആശയങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ വിയോജിപ്പുകളെ, അവരുടെ യോജിപ്പുകളെ ഇതെല്ലാം പരസ്പരം സ്നേഹത്തോടുകൂടി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള അവകാശമാണ്. ഇപ്പോൾ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രായോഗികമായിട്ടുള്ളത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക എന്നല്ല. എത്ര ചെറിയ ന്യൂനപക്ഷങ്ങളാണെങ്കിലും ആ ന്യൂനപക്ഷത്തിനും മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആവിഷ്കരിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ആ അഭിപ്രായങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് ആ വിയോജിപ്പുകളും യോജിപ്പുകളും പരസ്പരം സ്നേഹത്തോടെ പങ്കുവെച്ചുകൊണ്ട് മനുഷ്യർ സ്നേഹത്തോട് ജീവിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ആശയം ഇവിടെ പങ്കുവെക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന ആശയങ്ങളോട്
തികച്ചും വിയോജിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവാം. നിങ്ങളുടെ ആശയത്തോട് എനിക്കും തികച്ചും വിയോജിപ്പുണ്ടാവാം. പക്ഷെ അത് നമ്മുടെ വ്യക്തിപരമായ സ്നേഹബന്ധങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതെ ആ അഭിപ്രായങ്ങളെയും വിയോജിപ്പുകളെയും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നു എന്നതാണ് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവിടെ ന്യൂനപക്ഷങ്ങള് ഭൂരിപക്ഷത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നതും കൂടിയും ജനാധിപത്യത്തിന്റെ ഉദാരമായ സംസ്കാരത്തിൽപ്പെടുന്നതാണ്. ഇപ്പൊ കണ്ണൂരിലെ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തില് ഒരു പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ വിചാരിക്കും. ആകെ 100 പേരുള്ള ഒരു ഗ്രാമത്തില് 99 പേര് ഒരു പാർട്ടിക്കാരാണ്. ഒരാൾ മാത്രം ആ പാർട്ടിയോട് വിയോജിപ്പില്ല എങ്കിൽ അയാൾ വെട്ടിക്കൊല്ലല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അയാൾ ഊരുവിലക്കലല്ല, അല്ലെങ്കിൽ അയാളുടെ കൊടി വെക്കാൻ പാടില്ല, അയാൾ അടിച്ചോടിക്കുക, അതല്ല ജനാധിപത്യം. ഈ 99 പേരും മനുഷ്യത്വപരമായി ആ ഒരാളുടെ വിയോജിക്കാനുള്ള മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുക എന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും ഉദാത്തമായ സംസ്കാരം എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക, അത് ഏത് ന്യൂനപക്ഷമായാലും, രാഷ്ട്രീയമായാലും അഭിപ്രായ വ്യത്യാസമുള്ള ഏത് കാര്യമായാലും മതമായാലും എന്തായാലും ഈ ന്യൂനപക്ഷങ്ങളുടെയും മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ബഹുസ്വരത, തുല്യ പരിഗണന, തുല്യ സംരക്ഷണം, ഇതെല്ലാം ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ്, ഭാഗങ്ങളാണ്. ഈ പറഞ്ഞതൊന്നും ഒരു മതവും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് മതത്തിൻ്റെ ഫണ്ടമെന്റൽസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ്. മതത്തെ വ്യാഖ്യാന ഫാക്ടറികളിൽ കയറ്റി ഇറക്കി റീസൈക്കിൾ ചെയ്തിട്ട് ഈ കാലത്തിനനുസരിച്ച് ഈ പറഞ്ഞ മൂല്യങ്ങൾക്കനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശ്യശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ആ ഡൈല്യൂഷൻ ഒന്നും തന്നെ വസ്തുതയല്ല. അതൊന്നും യഥാർത്ഥത്തിൽ മതത്തിൻ്റെ യഥാർത്ഥ രൂപത്തെ പ്രകടിപ്പിക്കുന്നില്ല. മറിച്ച് മതത്തെ ഒന്ന് തേച്ച് മിനുക്കി ചക്കര തേച്ച് ഈ കാലത്തിനനുസരിച്ച് മാറ്റി അതിൻ്റെ ആയുസ് നിലനിർത്തിക്കൊണ്ട് പോകണം. മതത്തിൻ്റെ ദൂഷ്യവശങ്ങൾ, മതം കൊണ്ട് മനുഷ്യനുണ്ടാവുന്ന ഉപദ്രവങ്ങളൊക്കെ ഒന്ന് പരമാവധി കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹികളായ ആളുകളുടെ ഒരു സമീപനമാണിത്. പക്ഷെ ആ സമീപനത്തിന് കുറച്ച് ഗുണമുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ദോഷമുണ്ട്. ദോഷം എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ദോഷം. വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. 2, ഇതിൻ്റെയൊക്കെ ആയുസ് ആവശ്യമില്ലാതെ വെട്ടിക്കൊണ്ടുപോകുന്നു. ഇതൊക്കെ 1000 കൊല്ലം 2000 കൊല്ലം ചത്തുപോകേണ്ട സാധനങ്ങളാണ്. 1000 കൊല്ലം മുമ്പ് മണ്ണടിഞ്ഞു പോകേണ്ടിയിരുന്ന പ്രാകൃതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രാകൃതമായ നീതിശാസ്ത്രങ്ങളും നിയമാവലികളും ഇന്നും നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള ജിമ്മിക്കുകളിലൂടെയാണ്, വ്യാഖ്യാന ഫാക്ടറികൾ ഉപയോഗിച്ചിട്ടുള്ള ജിമ്മിക്കുകളിലൂടെ. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു തുറന്ന ചിന്തകൻ എന്നുള്ളതൊക്കെ എൻ്റെ വിനീതമായ അഭിപ്രായം. വിയോജിക്കുന്നവരുണ്ടാവാം. അഭിപ്രായം പറഞ്ഞാൽ കൊല്ലും എന്നടുത്താണ് മതം നിൽക്കുന്നത്. ബംഗ്ലാദേശിൽ മാത്രമല്ല, സൗദി അറേബ്യയിൽ ബ്ലോഗർമാർ എത്രയോ പേര് നാട് കടത്തിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അഭയം തേടിയിട്ടുണ്ട്. പലരും ജയിലിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ചെറുപ്പക്കാരനെ, വെറും 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ജയിലിലാക്കിയിട്ടുണ്ട്. ബ്ലോഗ് എഴുതിയതാണ്. ആ ബ്ലോഗ് എഴുതിയതല്ല, ഒരു കമന്റ് ഇട്ടതോ ഒരു ലൈക്ക് അടിച്ചതോ ഒക്കെ. നോക്കൂ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ലൈക്ക് ഇട്ടാൽ മതി സൗദി അറേബ്യയിൽ ഒരാൾ ജയിലിൽ പോകാൻ. എന്തെങ്കിലും മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ സാമ്പ്രദായിക മതത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെ വിമർശിക്കുന്ന ഒരു പോസ്റ്റിൽ പോയിട്ട് ഒരു ലൈക്ക് അടിച്ചാൽ മതി ജയിലിൽ പോവാൻ, അല്ലെങ്കിൽ തല അറുക്കാൻ. അതാണ് ഇന്നും അവസ്ഥ. സൗദി അറേബ്യയിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടക്കുന്ന രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷവും കയ്യൂക്കുമുള്ള പ്രദേശങ്ങളിൽ പോലും അങ്ങനെ കഴുത്തറക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിട്ട് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേക്കിട്ട് കയറുകയും ചെയ്യും. നാട് കടത്തുക, ഒറ്റപ്പെടുത്തുക, കുടുംബം കലക്കും. 2 സംഭവങ്ങളെ അടുത്ത ദിവസം എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായി. മലപ്പുറം ജില്ലയിൽ 2 സുഹൃത്തുക്കൾക്കുണ്ടായി. ഈ 2 സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും അറിയുന്നവരാണ്. നമ്മുടെ വേദികളിൽ വന്ന് സംസാരിക്കുന്ന ആളായിരുന്നു ഒരാൾ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സമ്മർദ്ദം ചെലുത്തി, പള്ളിക്കാരും നാട്ടുകാരും വിശ്വാസികളായ ഭാര്യയുടെ കുടുംബക്കാരും കൂടെ ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ ഭാര്യ ഭർത്താക്കൻ 4 കുട്ടികളുള്ള ഒരാളെയും 3 കുട്ടികളുടെ വേറെ ഒരു കുടുംബത്തെ, ഈ കുട്ടികളെയും ഉൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ
ജീവിച്ചിരുന്ന കുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഒരു കുടുംബം തെറ്റിപ്പിരിഞ്ഞാൽ അവരെ നന്നാക്കാനാണ് മനുഷ്യത്തുള്ളവരൊക്കെ ശ്രമിക്കുക. ഇവിടെ മതം അങ്ങനെയുള്ള കുടുംബങ്ങളെ വേർതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളായിട്ടുള്ള ബന്ധം പാടില്ല എന്ന് പറഞ്ഞില്ല. ഒരാള് നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് വിരുദ്ധമായ അഭിപ്രായക്കാരാണെങ്കിൽ അയാളുമായുള്ള കുടുംബ ബന്ധം ഉപേക്ഷിക്കുക എന്നാണ്. അയാൾക്ക് അച്ഛനമ്മമാരുടെ അനന്തരാവകാശ സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഖർളാവിയും മൗദൂദിയും ഒക്കെ ഫത്വ ഇറക്കിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറഞ്ഞിട്ടുണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരനായാൽ, കുടുംബത്തിലൊരാൾ കമ്മ്യൂണിസ്റ്റുകാരനായാൽ അയാൾ മരിച്ചാൽ സ്വത്തിൽ അവകാശമില്ല എന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഫത്വ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന യൂസുഫുൽ ഖർളാവിയുടെ ഫത്വ ഉണ്ട്. അതൊക്കെ മുമ്പ് ഇവിടെ ലീഗുകാർ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന സാധനമാണ്. അതാണ് കുടുംബം കലക്ക. എങ്ങനെ ഈ കുടുംബത്തെ, രണ്ടാമത്തെ കുടുംബത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ 3 കുട്ടികളുള്ള വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഈ ഭാര്യമാര് വിശ്വാസികളായിരുന്നെങ്കിൽ പോലും 10 കൊല്ലമായിട്ട് ഭർത്താവ് അവിശ്വാസിയാണ്, യുക്തിവാദിയാണ്, അയാൾ മതത്തിനെ എതിർക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുകയും 3 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്ത കുടുംബം. ഈ ഭാര്യയെയും ഈ കുട്ടികളെയും കൂട്ടി കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ വിരുന്ന് വന്ന കുടുംബമാണ്. വിരുന്ന് വന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. ഞാനും ഈ സുഹൃത്തും തമ്മിൽ മതത്തിനെ കുറിച്ച് വളരെ രസകരമായ വിമർശനങ്ങൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് കേട്ടിരുന്ന ഭാര്യയാണ്. വിശ്വാസിയാണോ ചോദിച്ചാൽ ആണ്, അല്ല എന്ന് ചോദിച്ചാൽ അല്ല. ആ പരുവത്തിലുള്ള അവരിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല, ഒരുമിച്ച് താമസിക്കുന്നില്ല. കുട്ടികളിൽ മുതിർന്ന കുട്ടിക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് ഉപ്പാനെയും ഉമ്മച്ചീനെയും ഉപ്പച്ചിയും പിരിയാണ് എന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് കുട്ടി കരയുന്നു എന്നും പറഞ്ഞ് മിനിഞ്ഞാന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹം ഒറ്റക്കാണ് മിനിഞ്ഞാന്ന് വന്നത്, കഴിഞ്ഞ വർഷം വന്നത് എല്ലാവരും കൂടിയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പള്ളിക്കാരും ഭാര്യയുടെ വീട്ടുകാരും നാട്ടിലുള്ള കുറച്ച് പ്രമാണിമാരും ഒക്കെ ചേർന്നിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് വിശ്വാസിയായി മടങ്ങി വന്നില്ലെങ്കിൽ കുടുംബബന്ധം ഞങ്ങൾ അനുവദിക്കില്ല. അതാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭാര്യയോടും ഈ പറയുന്ന ആളുകളോടും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശ്വാസിയാവുക എന്നത് എങ്ങനെയാണ് എനിക്ക് സാധിക്കുക? ഞാൻ ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ട് എൻ്റെ വിശ്വാസം സ്വാഭാവികമായി നഷ്ടപ്പെട്ടതാണ്. കരുതിക്കൂട്ടി എനിക്ക് എങ്ങനെയാ എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം കരുതി കൂട്ടിയിട്ട് എങ്ങനെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? പരമാവധി എനിക്ക് ചെയ്യാൻ കഴിയുക ഒരു മുനാഫിക്കാവാം, ഒരു വിശ്വാസിയായി അഭിനയിച്ചുകൊണ്ട് പള്ളിയിൽ പോവുകയും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യണമെന്ന് വളരെ നിസ്സഹായനായിട്ട് ഇദ്ദേഹം ഈ വന്ന ആളുകളോട് ചോദിച്ചു. അവർക്ക് അതിനൊന്നും മറുപടിയില്ല. അതിനൊന്നും മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ പറയുന്നത് വിശ്വാസിയാവണം, ഇല്ലെങ്കിൽ കുടുംബം ഞങ്ങൾ കലക്കും. അപ്പൊ കുടുംബം കലക്ക, കയ്യും കാലും വെട്ടുക. ജോസഫ് മാഷ കയ്യും കാലും വെട്ടി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ പാവ മനുഷ്യന്റെ കയ്യും കാലും വെട്ടിയത് എന്തിനാ? 100% തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞാൻ ആ സംഭവം നടന്ന് കൈകാലം വെട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വന്ന് അദ്ദേഹം ഒളിവിൽ പോയി കേസെടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ച് മനസ്സിലാക്കിയതാണ്. 100% തെറ്റിദ്ധരിച്ചതാണ്. കാരണം അന്ന് ഇത് ബംഗ്ലാദേശിലെ ഢാക്കയിൽ റാലി നടത്തിയതുപോലെ തന്നെ തൊടുപുഴയിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ചേർന്നുകൊണ്ട്, അവിടെ പുരോഗമനക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്, സുന്നി ജമാഅത്ത് മുജാഹിദ് എല്ലാവരും ചേർന്നുകൊണ്ട് തൊടുപുഴ പട്ടണത്തിൽ കൊലവിളി നടത്തിക്കൊണ്ട് റാലി നടത്തിയതാണ്. ആ റാലിയുടെ പൊതുയോഗത്തിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതാണ്, കയ്യും കാലും വെട്ടും. വലത്തെ കൈയാണെങ്കിൽ ഇടത്തെ കാലം അങ്ങനെ വെട്ടാനാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെട്ടും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പോയി വെട്ടുന്നത്. അപ്പൊ അത് ആസൂത്രിതമായിട്ട് തന്നെ ചെയ്തതാണ്, ഭീതി പരത്തുക എന്ന ലക്ഷ്യത്തോട്. ഇനി ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനം അതുണ്ടോ മതത്തിൽ? ജനാധിപത്യത്തിന്റെ സംസ്കാരം അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ്? ആരാണ് ഭരണാധികാരിയാവേണ്ടത്? ഭരണാധികാരം ആർക്ക് എന്ന് തീരുമാനിക്കുന്നതിന് എന്ത് ക്രൈറ്റീരിയയാണ് ഉപയോഗിക്കേണ്ടത്? എന്താണ് അതിനെക്കുറിച്ചുള്ള
മതത്തിൻ്റെ നിലപാട് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. മുഹമ്മദ് നബി മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അള്ളാഹു ആയത്തിറക്കി, വെളിപാടിറക്കി. പ്രവാചകൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മറ്റാരും വിവാഹം ചെയ്യാൻ പാടില്ല, അത് അള്ളാഹുവിങ്കൽ പെരുത്ത് ഗൗരവമുള്ള വിഷയമാകുന്നു. ആയത്തിറക്കാൻ കാരണം ഏതോ ഒരു ചെറുപ്പക്കാരൻ നബി മരിച്ചാൽ ആയിഷാനെ ഞാൻ കെട്ടും എന്ന് അവിടെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. വിവരം മുഹമ്മദ് നബിക്ക് കിട്ടിയപ്പോൾ അള്ളാഹ്ക്കും കിട്ടി. അപ്പോൾ അള്ളാഹ് ആയത്തിറക്കി. പെരുത്ത് ഗൗരവമുള്ള വിഷയമായിരുന്നു നബി മരിച്ചാൽ നബിയുടെ ഭാര്യ ആയിഷനെ വേറെ ആരെങ്കിലും കെട്ടുമെന്നുള്ളത്. പക്ഷേ ആ അള്ളാഹു നബി മരിച്ചാൽ ആര് ഖലീഫയാവണം എന്നതിന് ഒരായത്തിറക്കാൻ മറന്നുപോയി. അതത്ര ഗൗരവമുള്ള വിഷയമല്ല. നബി മരിച്ചാൽ ആര് ഖലീഫയാവണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഖലീഫയെ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നതിന് ഇതാ ഇന്ന മാനദണ്ഡം പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരായത്തിറക്കിയില്ല. ഖലീഫക്ക് ഇന്ന ഗുണങ്ങളുണ്ടായിരിക്കണം, അത് ഇന്ന ആളായിരിക്കണം, ഇന്ന പോലത്തെ ആളായിരിക്കണം, കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടായില്ല. ഇതിൻ്റെ ഫലമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ തലേ വെള്ളിയാഴ്ചയും അതിൻ്റെ തലേ വെള്ളിയാഴ്ചയൊക്കെ സൗദി അറേബ്യയിലും ഇറാഖിലും പാകിസ്ഥാനിലും ഒക്കെ സുന്നിപ്പള്ളിയും ഷിയാ പള്ളിയും പൊട്ടിത്തെറിക്കുന്നത്. പള്ളിയിൽ ജുമാക്ക് പോയാൽ പാകിസ്ഥാനിലോ ഇറാഖിലോ സൗദി അറേബ്യയിലോ ഒരു ഷിയാ മുസ്ലിം അയാളുടെ പള്ളിയിൽ ജുമാക്ക് പോയാൽ കരിക്കട്ടായിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരു സുന്നി മുസ്ലിം അയാളുടെ പള്ളിയിൽ പോയാൽ അവിടെ ഷിയാ പൊട്ടിത്തെറിച്ചിട്ട് അയാളും കരിക്കട്ടായിട്ടാണ് വരുന്നത്. സമാധാനത്തോടെ നിസ്കരിക്കാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയില്ല, യൂറോപ്പിലുണ്ട്. നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം യൂറോപ്പിലുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോവുക. നിസ്കരിച്ചാനും ബാങ്ക് കൊടുക്കാനും പള്ളി ഉണ്ടാക്കാനും പറ്റിയ സ്ഥലം യൂറോപ്പാണ്. ഇസ്ലാമിൻ്റെ ഒരു രാജ്യത്തും പറ്റും. എന്താണ് പ്രശ്നം? സുന്നി ഷിയ എന്ന് പറയുന്ന പ്രശ്നം ഉടലെടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഞാനീ പറഞ്ഞതാണ്. നബി മരിച്ചാൽ ആര് ഖലീഫയാവണം എന്നതിന് യാതൊരു മാനദണ്ഡമോ നിർദ്ദേശമോ പെരുത്ത് ഗൗരവമുള്ള വിഷയമായിട്ട് അള്ളാഹ് മനസ്സിലാക്കിയില്ല, ഒരായത്തിറക്കിയില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നബി മരിച്ചതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ 4 or 5 സ്ഥലത്ത് സഹാബികൾ 4-5 ഗ്രൂപ്പുകളായിട്ട് കൂടിയിരുന്നിട്ട് ഗൂഢാലോചന നടത്തുമായിരുന്നു. മരിച്ച് 3 ദിവസം മയ്യത്ത് കിടന്നു എന്നാ ചരിത്രം പറയുന്നു. തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം നബീൻ്റെ പ്രവാചകന്റെ മയ്യത്ത് കബറടക്കുന്നതിൽ ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും ഗൂഢാലോചനകൾ നടത്തിയായിരുന്നു, ഉപജാപങ്ങൾ നടത്തിയായിരുന്നു. എന്തിന്? അടുത്ത ഖലീഫ ആരാവണം എന്നുള്ളത്. അങ്ങനെ ആ തർക്കത്തിൽ ഒടുവിൽ കുറെ പ്രമാണിമാര് കൂടി ചേർന്നിട്ട് അബൂബക്കറിനെ ഖലീഫയായിട്ട് വാഴിച്ചു. അതാണ് 1ാം ഖലീഫയെ അങ്ങനെയാണ് തെരഞ്ഞെടുത്ത്. പ്രമാണിമാർ ചേർന്ന് ആദ്യത്തെ ഖലീഫയെ തെരഞ്ഞെടുത്തു. അത് ഐക്യകണ്ഠേനൊന്നുമല്ല, പല ഗ്രൂപ്പുകളും പലരെയും പേര് പറഞ്ഞ അവസാനം ഒരു പ്രമാണി ഗ്രൂപ്പ് തെരഞ്ഞെടുത്തു എന്നാണ്. അങ്ങനെ 2ാമത്തെ ഖലീഫ ഉമ്മർ എങ്ങനെയാ വരുന്നത്? അബൂബക്കർ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഉമ്മറിനെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ 1ാമത്തെ ഖലീഫയെ ഒരു ഉപജാപത്തിലൂടെ ഒരു ഗ്രൂപ്പ് ആളുകൾ തിരഞ്ഞെടുത്തു. 2ാമത്തെ ഖലീഫയെ 1ാം ഖലീഫ നോമിനേറ്റ് ചെയ്തു. 2ാമത്തെ രീതി. ഇനി 3ാമത്തെ ഖലീഫയോ? ഈ 2ാമത്തെ ഖലീഫ വെട്ടുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഇതിൽ അബൂബക്കർ ഒഴിച്ച് ബാക്കി ആദ്യം വന്ന 3 ഖലീഫമാരും വെട്ടുകൊണ്ടാണ് മരിച്ചത്. കാഫറിങ്ങളല്ല വെട്ടിയത്, ഇസ്ലാമിങ്ങൾ തന്നെ തമ്മിലാണ് വെട്ടിയത്. ആ കഥയൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ വെട്ടുകൊണ്ട് ഉമ്മർ മരിക്കാൻ കിടക്കുമ്പോൾ ആയിഷ വന്നിട്ട് പറയുകയാണ്, ഉമ്മറിനോട് പറയുകയാണ്, ഇസ്ലാമിക സമൂഹത്തെ ഒരു നാഥനില്ലാത്ത നിലയിൽ അങ്ങ് വിട്ടേച്ചു പോകരുത്. ഒരു ഖലീഫയെ അങ്ങ് തന്നെ നിർദ്ദേശിക്കണം, അല്ലാത്ത പക്ഷം വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ആയിഷ പറയുകയാണ്. പക്ഷെ ഉമ്മർ അത് ചെവിക്കൊണ്ടില്ല. ഉമ്മർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഉമ്മർ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഒരു 6 അംഗ സമിതിയെ നിയോഗിച്ചു. ആദ്യത്തെ 4 ഖലീഫമാരെ തിരഞ്ഞെടുത്ത രീതിയാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിലെ ജനാധിപത്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ 6 അംഗ സമിതിയെ നിയോഗിക്കുകയാണ് ഉമ്മർ
ചെയ്തത്. എന്നിട്ട് ആ 6 അംഗ സമിതിയുടെ മുമ്പിൽ ഒരു എന്താ പറയുക നിർദ്ദേശങ്ങൾ വരിക. ആ നിർദ്ദേശങ്ങൾ വളരെ രസമാണ്, കേൾക്കണം നിങ്ങൾ, ഞാനത് വായിച്ചു തരാം. 6 പേരും കൂടെ ഒരാളെ നിർദ്ദേശിച്ചാൽ അയാൾ ഖലീഫയാവും, അതിൽ പിന്നെ സംശയമൊന്നും വേണ്ട. ഏകകണ്ഠമായ തീരുമാനം ഇല്ല എങ്കിൽ അബ്ദുറഹിമാൻ ബിൻ ഔഫും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വോട്ട് ചെയ്യുന്നയാൾ തിരഞ്ഞെടുക്കപ്പെടും. രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ്. മൂന്നാമത്തേത് കേട്ടോളൂ, വളരെ ശ്രദ്ധേയമാണ്. 5 പേരിൽ ഒരാളെ നിർദ്ദേശിക്കുകയും ഒരാൾ അതിനെ എതിർക്കുകയും ചെയ്താൽ എതിർക്കുന്നയാളെ ഉടനെ കൊന്നുകളയണം. ഇനി അടുത്ത് കേട്ടോളൂ, 4 പേര് ഒരാളെ അനുകൂലിക്കുകയും 2 പേരെ എതിർക്കുകയുമാണെങ്കിൽ ആ 2 പേരെയും കൊന്നുകളയണം. 3 പേർ വീതം തുല്യ നിലപാട് പാലിച്ചാൽ ഉമ്മറിന്റെ മകൻ അബ്ദുള്ളയുടെ കാസ്റ്റിംഗ് വോട്ട് അനുസരിച്ച് തീരുമാനമെടുക്കണം. 3-3 ടൈ ആയാൽ ഈ ചങ്ങായിന്റെ കാസ്റ്റിംഗ് വോട്ട് അനുസരിച്ച് തീരുമാനമെടുക്കും. ഈ ചട്ടം അനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 പേർ ഉസ്മാനെയും 3 പേർ അലിയെയും അനുകൂലിച്ചു. അങ്ങനെ ടൈ ആയ സമയത്ത് ഈ നിർദ്ദേശിച്ച ആളല്ല, മറിച്ച് അബ്ദുറഹിമാൻ ഔഫ് ഇടപെട്ടിട്ട് വളരെ തന്ത്രപൂർവ്വം അലിയെ ചതിച്ചിട്ട്, അലിയെ ഒരു ചതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഉസ്മാനെ ഖലീഫയായിട്ട് അവരോധിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ രീതിശാസ്ത്രം ഒന്നും പ്രവാചകൻ പറഞ്ഞു കൊടുത്തതല്ല, അള്ളാഹ് ആയത്തിറക്കിയതല്ല, ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചത്. അപ്പൊ ഖുർആനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നുള്ള ഒരു വളരെ ഒഴുക്കൻ മട്ടിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. അത് ഖലീഫ തെരഞ്ഞെടുപ്പൊന്നല്ല, പൊതുവിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കൂടിയാലോചന. പക്ഷെ ആര് കൂടിയാലോചിക്കണം, എങ്ങനെ കൂടിയാലോചിക്കണം, ഇതിനൊന്നും യാതൊരു നിർദ്ദേശവും ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അങ്ങനെ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഉമർ വെട്ടുകൊണ്ട് മരിച്ചു, ഉസ്മാനും കുത്തുകൊണ്ട് മരിച്ചു. അതിനുശേഷം അലി അടുത്ത നോമിനേഷനായിട്ട് അടുത്ത ആളായിട്ട് അലി തിരഞ്ഞെടുക്കപ്പെട്ടു. അലിയെ തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തന്നെ മറുപക്ഷം ഭയങ്കരമായിട്ട് അബൂ സുഫിയാന്റെ മക്കളും എല്ലാം കൂടെ ചേർന്ന് മറുപക്ഷം വളരെ ശക്തമായിട്ട് എതിർപ്പണി. അലിക്ക് ഭരണത്തിൽ അധികകാലം തുടരാൻ കഴിഞ്ഞില്ല, അലിയും കൊല്ലപ്പെട്ടു. പിന്നെ അലിയുടെ മക്കളും അബൂ സുഫിയാന്റെ മക്കളും തമ്മിലുള്ള യുദ്ധം. അവിടുന്ന് അങ്ങോട്ട് പിന്നുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ചോരപ്പുഴയുടെ ചരിത്രമാണ്, പരസ്പരം കഴുത്തുവെട്ടലിന്റെ ചരിത്രമാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ, സോക്കാൾഡ് സത്യവിശ്വാസികൾ പരസ്പരം പൊരുതി മരിച്ച് നരകത്തിൽ പോകുന്നത്. അലിയും ആയിഷയും തമ്മിലുള്ള നടന്ന യുദ്ധമാണ് ജമൽ യുദ്ധം. ആരാണ് അലി? പ്രവാചകന്റെ ഏറ്റവും അടുത്ത അലിയായി, പ്രവാചകൻ തന്നെ നേരിട്ട് പാസ് എഴുതി കൊടുത്താണ് അലിക്ക് സ്വർഗത്തിക്ക്. അദ്ദേഹത്തിന്റെ മകളെ ഭർത്താവുമാണ്, അദ്ദേഹത്തിന്റെ അനിയനുമാണ്, സ്വന്തം സഹോദരനുമാണ്. പിന്നെ ആയിഷ ആരാന്ന് നമുക്കൊക്കെ അറിയാം. ആയിഷ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂട്ടത്തിൽ ആയിഷ എന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇറച്ചിയും പത്തിരിയും പോലെയാണ് എന്ന് നബി പറഞ്ഞ ആയിഷയാണ് രണ്ടാമത്തെ. ഈ ആയിഷയും അലിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ജമൽ യുദ്ധം. 15,000 പേര് മരിച്ചു എന്നാണ് താരീഖുൽ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. 15,000 പേര് മരിച്ചത് കാഫിറുകളല്ല, സത്യവിശ്വാസികൾ പരസ്പരം. നബി തന്നെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ 2 പേരും നരകത്തിലായിരിക്കും. അപ്പൊ ആയിഷയും അലിയൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടാവുക? പറയാൻ പറ്റുമോ? പറഞ്ഞ ബ്ലാസ്ഫമി ആയിപ്പോ. ഇനി ഈ ജനാധിപത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിമിതമായ ഈ കൂടിയാലോചന പ്രക്രിയയിൽ എല്ലാ മനുഷ്യന്മാർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടോ? ഇല്ല. അവിടെ ഇസ്ലാമിന്റെ കിതാബുകൾ, കർമ്മശാസ്ത്ര കിതാബുകളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികൾക്ക് ഇടപെടാൻ പാടില്ല, അടിമകൾക്ക് ഇടപെടാൻ പറ്റില്ല, സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? പ്രമാണിമാരായ കുറച്ച് പുരുഷന്മാർക്ക് മാത്രമേ ഈ പറയുന്ന പ്രക്രിയയിൽ, കൂടിയാലോചന, വയ്യത്ത് എന്നൊക്കെ പറയുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവകാശമുള്ളൂ എന്ന് ഇസ്ലാമിന്റെ ആധികാരികമായ കിതാബുകളിൽ പറയുന്നു. തുല്യമായ പരിഗണന സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും എന്നതാണ് ആധുനിക മനുഷ്യാവകാശ തത്വം, അതാണ് ആധുനിക ജനാധിപത്യ തത്വം. ഇസ്ലാമിനത് ചിന്തിക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ആധിപത്യം ഉള്ള രാഷ്ട്രങ്ങളിൽ
മറ്റു മതക്കാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പരിമിതമാണ്. അവർക്ക് ജീവിക്കാം. എങ്ങനെ? സമ്പൂർണമായി ഇസ്ലാമിക നിയമങ്ങൾക്കും ഇസ്ലാമിക ഭരണത്തിനും കീഴടങ്ങിക്കൊണ്ട് വേണമെങ്കിൽ ജീവിച്ചു പോകാം. ദിമ്മികൾ എന്നാണ് അവരെ പറയുക. ദിമ്മിറ്റ്യൂഡ് എന്നാണ് ആ ഏർപ്പാടിന് പറയുക. സ്ത്രീകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം പാടില്ല എന്ന് വളരെ ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ മുസ്ലിം ലീഗുകാരൊക്കെ വനിതകളെ ജില്ലാ കൗൺസിലും പഞ്ചായത്തിലും ഒക്കെ അധികാരികളെ അത് അനിസ്ലാമികമാണ്. വോട്ട് ചെയ്യാൻ അവകാശമില്ല സ്ത്രീകൾക്ക്. കാരണം സ്ത്രീകളുടെ സാക്ഷ്യം പുരുഷന്റെ പകുതി എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വോട്ട് ചെയ്യലും പറഞ്ഞാൽ ഇന്ന ആള് ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാക്ഷ്യം രേഖപ്പെടുത്തലാണല്ലോ. ആ സാക്ഷ്യം ഇസ്ലാമികമായിട്ട് സാധു ആവണമെങ്കിൽ പെണ്ണുങ്ങളുടെ വോട്ടെല്ലാം ഒരു ബാലറ്റ് പെട്ടിയിലിട്ടിട്ട് ആണുങ്ങളുടെ വോട്ടിന്റെ പകുതിയായിട്ട് രണ്ടുകൊണ്ട് അരിച്ചിട്ട് കൂട്ടിയാൽ ശരിയാവുള്ളൂ. അങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് മുമ്പ് പാകിസ്ഥാനിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ മുമ്പ് സിയാവുല്ലക്കന്റെ കാലത്താണെന്ന് തോന്നുന്നു, സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടോ ദീനില് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ പണ്ഡിത സമിതിയെ ഭരണകൂടം നിയോഗിച്ചു കമ്മീഷനായിട്ട്. ഈ 3 പണ്ഡിതന്മാർ 3 വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. 3 ആളും 3 റിപ്പോർട്ടാണ് സർക്കാരിന് കൊടുത്തത്. ഒരാൾ പറഞ്ഞു സ്ത്രീകൾക്ക് വോട്ടവകാശമേ ഇല്ല, കാരണം നബിയുടെ കാലത്തോ ഖലീഫമാരുടെ കാലത്തോ ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടിലും സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉള്ളതിന് യാതൊരു തെളിവുമില്ല, പറ്റൂല. വേറൊരു കൂട്ടർ പറഞ്ഞു കുറച്ചുകൂടെ പുരോഗമനപരമായിട്ടില്ല, നമ്മൾ അസ്കർ അലി എഞ്ചിനീയറെ പോലെയൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളിൽ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ആണിനും പെണ്ണിനും വോട്ടവകാശം കൊടുക്കും. 3ാമത്തെ പണ്ഡിതൻ ഞാൻ പറഞ്ഞത് വോട്ടവകാശം കൊടുക്കാം, പക്ഷേ 2 കൊണ്ട് അരിച്ചിട്ട് പെണ്ണിന്റെ വോട്ട് പകുതിയായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഈ 3 റിപ്പോർട്ടും വാങ്ങി അന്ന് അവിടെ കൊട്ടയിലിട്ടതാണ്. തീരുമാനമായില്ല, പിന്നെ തീരുമാനം എടുക്കാൻ പറ്റാതെ പോയി എന്നാണ്. പിന്നീട് വോട്ടവകാശമൊക്കെ സ്ത്രീകൾക്ക് ഇപ്പോൾ മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും വോട്ടവകാശത്തിന് വേണ്ടി സ്ത്രീകൾ കുവൈത്തിലടക്കം ഇപ്പോൾ അടുത്ത കാലത്ത് സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യും. ഇതാണ് ഇസ്ലാമിലെ ജനാധിപത്യത്തിൻ്റെ ഒരു മുഖം. ഇനി ജനാധിപത്യം എന്ന വ്യവസ്ഥയെക്കുറിച്ച് ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ നിലപാടെന്താ? നമ്മളെ മൗദൂദി സാഹിബ് പറയുന്ന കാര്യം, മൗദൂദി സാഹിബിൻ്റെ ഒരു കിതാബിൽ ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെമ്മാടിത്തമാണ് നമുക്ക് പറയുന്നത്. തെമ്മാടിത്തമെന്നും താന്തോന്നിത്തമെന്നുമാണ് അദ്ദേഹം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വിശേഷിപ്പിക്കുന്നത്. മതേതരത്വം, അദ്ദേഹത്തിന്റെ വരികൾ വേണമെങ്കിൽ ഞാൻ വായിക്കാം. മതേതരത്വം ആദ്യമേ ജനങ്ങളെ ദൈവഭയശൂന്യരും സനാതന ധാർമ്മിക തത്വങ്ങളിൽ നിന്ന് വിമുക്തരുമാക്കി തീർത്തു. അവർ തന്മൂലം ലഗാനില്ലാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത തനി സ്വേച്ഛാപൂജകരായി മാറിക്കഴിഞ്ഞു. അനന്തരം ദേശീയവാദം അവരെ ജനകീയ സ്വാർത്ഥത്തിൻ്റെയും അന്ധമായ ദേശീയ പക്ഷപാതിത്വത്തിൻ്റെയും മുഴുത്ത അഹങ്കാരത്തിൻ്റെയും മദ്യം കുടിപ്പിച്ചു മത്തരാക്കി. ഇപ്പോഴിതാ ജനാധിപത്യം അതേ ജനങ്ങളുടെ ലഗാനില്ലാത്തതും മത്തുപിടിച്ചവരും താന്തോന്നിത്ത പൂജകരുമായ സാമൂഹ്യ അഭിലാഷങ്ങൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അധികാരം സമ്മാനിച്ചിരിക്കുന്നു. ഇങ്ങനെ സ്വേച്ഛാധികാരവും അതീശാധിപത്യവും നൽകപ്പെട്ടിട്ടുള്ള ഒരു ജനതയുടെ സ്ഥിതിയും ശക്തനും തോന്നിവാസിയുമായ ഒരു റൗഡിയുടെ സ്ഥിതിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്തിലായിരിക്കും? മൗദൂദി ചോദിക്കുകയാണ്. ശക്തനും തോന്നിവാസിയുമായ റൗഡി പരിമിതമായ തോതിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടായുസങ്ങളും തമ്മാടിത്തങ്ങളും തന്നെ അല്ലേ കൂടുതൽ വിപുലമായ തോതിൽ ആ ജനതയും പ്രവർത്തിക്കുക? ജനാധിപത്യം നടപ്പിലാക്കിയാലേ എല്ലാവരും കൂടെ റൗഡീസം നടപ്പിലാക്കുമെന്നാണ് മൗദൂദി പറയുന്നത്. എന്താ പറയാൻ കാരണം? മൗദൂദിയുടെ വിശദീകരണം അനുസരിച്ച് മനുഷ്യന്മാർക്ക് ഒരു നിയമവും ഉണ്ടാക്കാനുള്ള കഴിവുമില്ല, അതിനുള്ള അധികാരവുമില്ല. പിന്നെ ആരാ നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്? പടച്ചോൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കെട്ടിയിറക്കി തരും. അതനുസരിച്ച് നമ്മൾ ഭരിക്കണം. ആര് ഭരിക്കണം? പടച്ചോന്റെ പ്രതിനിധി ഭരിക്കണം. പടച്ചോൻ വന്ന് ഭരിക്കില്ലല്ലോ, പടച്ചോന്റെ പ്രതിനിധി വന്ന് ഭരിക്കണം. ഈ പടച്ചോന്റെ പ്രതിനിധി ആരായിരിക്കണം? അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് യാതൊരു കഥയില്ല. ആരായിരിക്കണം എന്നുള്ളതിന് ഒരു മാനദണ്ഡവുമില്ല. അപ്പൊ ഖലീഫയായിട്ട്, രാജാവായിട്ട്, സ്വേച്ഛാധിപതിയായിട്ട് വരുന്ന ആള് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ഭരണം നടത്തുക എന്നല്ലാതെ മനുഷ്യന് യാതൊരു നിയമവും ഉണ്ടാക്കാനുള്ള ബുദ്ധിയില്ല എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ്, അതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാനുള്ള കഴിവില്ല. എന്നാൽ ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ അവസ്ഥ എന്താണ്? 1400 കൊല്ലം മുമ്പ് അള്ളാഹ് ഈ പുസ്തക പ്രസിദ്ധീകരണം നിർത്തി.
ജിബ്രീലിന് പെൻഷൻ കൊടുത്തു, ജിബ്രീൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. അതിനുശേഷം അള്ള മിണ്ടിയിട്ടില്ല. മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം പടച്ചവൻ്റെ ഒരു അനക്കോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. മൂപ്പര് ഒരു വെളിപാടും ആർക്കും ഇറക്കിയില്ല. മറ്റേ മീർസാ ഗുലാം ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്, അത് പക്ഷേ അതൊന്നും നമ്മളെ കൗമ അംഗീകരിക്കില്ല. അപ്പൊ ഈ 1400 കൊല്ലങ്ങൾക്ക് ശേഷം മനുഷ്യന് പുതിയ നിയമങ്ങളൊന്നും വേണ്ടേ? ആ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ മനുഷ്യന്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ പറയണത് അതിന് ഈ ഖുറാനിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇജ്തിഹാദ് നടത്തണം എന്നാ പറയണേ. നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ട് ഖുർആൻ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയപ്പോഴുള്ള സ്ഥിതി എന്താ? ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമാവോ? കാരണം ഇവരുടെ മതപരമായ കർമ്മശാസ്ത്രപരമായ ഖുർആനിലും ഹദീസിലും കൃത്യമായ നിയമങ്ങൾ ഉള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഐക്യപ്പെടാൻ കഴിയുന്നില്ല. 900 ഗ്രൂപ്പുകൾ തമ്മിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെ കൈ ഇവിടെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നുള്ള തർക്കം നടക്കുകയാണ്. മാസം ഇന്നലെ കാണോ നാളെ കാണോ പെരുന്നാൾ എന്നാ എന്ന് പറഞ്ഞിട്ട് കത്തിക്കുത്ത് നടക്കുകയാണ്. ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ തമ്മിലടിക്കുന്ന 900 ഗ്രൂപ്പുകൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉണ്ട്. നിസ്കരിക്കുന്ന കാര്യത്തിലും നോൻപ് കൊടുക്കുന്ന കാര്യത്തിലും മജിന് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയവുമില്ല. അതൊന്ന്. അങ്ങനെയുള്ള മനുഷ്യൻ ഈ 1400 കൊല്ലങ്ങൾക്ക് ശേഷം ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങളിൽ ഒരു നിയമവും ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ യുക്തി? അന്നത്തെ ഗോത്ര സമൂഹം, അന്ന് ചെറിയ ചെറിയ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കാൾ എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് ഇന്നത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഗോത്ര മനുഷ്യരല്ല, ഇന്ന് ആഗോള മനുഷ്യരാണ്. ഇന്ന് കണ്ണൂരിലെ ഒരു നിസ്സാര സംഭവം നടന്നാൽ അത് ലോകത്ത് മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അവിടെ സൗദി അറേബ്യയിൽ ഇന്നലെ ക്രെയിൻ മറിഞ്ഞതിന് ചിലപ്പോൾ ഇന്ന് നമ്മൾ ഓഹരി വിപണിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സങ്കീർണമായ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആഗോള ജീവിതത്തിൽ ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങളെ നമുക്ക് നിർദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. അത് നിർദ്ധാരണം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആകെപ്പാടുള്ള ഒരു ടൂള് നമ്മുടെ യുക്തിയാണ്. ആ യുക്തി പരിമിതമായതുകൊണ്ട് നമുക്കതിന് പറ്റില്ല എന്ന് വാദിച്ചാൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? ഇവിടെ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് അള്ളാന്റെ കിതാബ് നോക്കിയിട്ടാ അല്ലേ? നമ്മളിന്ന് ഈ കണ്ട വണ്ടിയൊക്കെ ലക്ഷക്കണക്കിന് വണ്ടികൾ കൂട്ടിമുട്ടാതെ ഓടിക്കുന്നു, കൂട്ടിമുട്ടുന്നുമുണ്ട്. വിമാനങ്ങൾ പറത്തുന്നു, അന്താരാഷ്ട്ര വൈമാനിക ഗതാഗതം, അന്താരാഷ്ട്ര നിയമങ്ങൾ വേണം. സാറ്റലൈറ്റുകൾ പറപ്പിക്കണമെങ്കിൽ അന്താരാഷ്ട്രത്തിന്റെ അപ്പുറത്തുള്ള നിയമങ്ങൾ വേണം അല്ലെ? മുങ്ങിക്കപ്പൽ ഓടിക്കണമെങ്കിൽ അതിന് നിയമങ്ങൾ. ഇതൊന്നും ഒരു രാജ്യക്കാരനൊറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റിയതല്ല. ആഗോളതലത്തിൽ മനുഷ്യരെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങൾ. ഇപ്പൊ അവയവം മാറ്റിവെക്കുന്ന പ്രശ്നം വന്നു. ഇസ്ലാമിക പണ്ഡിത സമൂഹം പകച്ചു നിൽക്കുകയാണ്, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും പറ്റൂലേ, ഹറാമോ ഹലാലോ? നമുക്ക് വല്ല തർക്കമുണ്ടോ? ബ്രെയിൻ ഡെത്ത് ആയാൽ കരളും ഹൃദയവും ഒക്കെ എടുത്ത് മാറ്റിവെക്കാം. ഇപ്പൊ ജോസഫിന്റെ ഹൃദയം എടുത്തിട്ട് രാമന് വെക്കുന്നു, മുഹമ്മദിന്റെ കരളെടുത്തിട്ട് ഖദീജക്ക് അല്ലേ സാറാമക്ക് വെക്കുന്നു, അവരൊക്കെ ജീവിക്കുന്നു. അള്ളാഹ് ആകെ കൺഫ്യൂഷനിലാവും. മതം കൺഫ്യൂഷനല്ല. നാളെ അള്ളാഹ് ഇവരെ എന്താ ചെയ്യുക? ഈ ഹൃദയം ജോസഫിന്റെ ഹൃദയം മറ്റേ മുഹമ്മദിന് മാറ്റി വെച്ചാൽ നാളെ മുഹമ്മദ് ബസറയിൽ ചെല്ലുമ്പോൾ അള്ളാഹ് ആകെ കൺഫ്യൂഷനാവും. ആരെ പിടിച്ച് നരകത്തിലിടുക? ഇതാണ് പറയുന്നത്. മാറ്റാൻ പറ്റില്ല എന്നാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ യോഗം ചേർന്ന് ഇതുപോലെ ചർച്ചകൾ നടക്കുക. ബഹുഭൂരിപക്ഷം യാഥാസ്ഥിക പണ്ഡിതന്മാരും പറ്റൂല എന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് മയ്യത്ത് അള്ളാന്റെ എന്നാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തുമ്പിലുള്ള അവകാശം ഒരു രോമം പോലും തൊടാനുള്ള അവകാശം നമുക്കില്ല, അത് അള്ളാന്റെയാണ്. അതാണ് ഒരു വാദം. മറ്റൊന്ന്, അവയവങ്ങൾ മയ്യത്തിനെ വികലമാക്കാൻ അനുവദിച്ചിട്ടില്ല പ്രവാചകൻ അല്ലെങ്കിൽ അള്ളാഹ്, അതുകൊണ്ട് പറ്റൂല. വേറൊന്ന് ഈ പറഞ്ഞ കൺഫ്യൂഷൻ, അതായത് പരലോകത്ത് എന്നാൽ ഈ ഓരോ അവയവവും നാളെ സാക്ഷി പറയും. ഇപ്പോൾ എൻ്റെ കണ്ണും നാവും ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയും ഞാൻ ഇത്രയും നിരീശ്വരവാദം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷി പറയും. അപ്പോൾ ഇൻ്റെ നാവ് എടുത്തിട്ട് പിന്നെ വേറൊരാൾക്ക് വെച്ച് പോയാൽ അയാൾ ചിലപ്പോൾ സത്യവിശ്വാസിയാണെങ്കിൽ ആ നാവ് തന്നെ അള്ളാഹിനോട് പറയും ഞാൻ ഇത്ര നേരം സലാത്ത് എല്ലിയിട്ടുണ്ട്. അള്ളാഹ് കൺഫ്യൂഷനാവും. അപ്പോൾ ഈ നാവ് എവിടെ ഇടുക? നരകത്തിലിടുക, സ്വർഗത്തിൽ? ഇതാണ് പ്രശ്നം. പക്ഷെ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ അള്ളാന്റെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല, നമ്മൾ ഇത് മനുഷ്യത്വത്തിന്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുള്ള യുക്തി നമുക്കുണ്ട്. പക്ഷെ യുക്തി പരിമിതമായതുകൊണ്ട് നമുക്കൊന്നിനും പറ്റില്ല എന്ന വാദമാണ് മൗദൂദിയും ഫണ്ടമെന്റലിസ്റ്റുകളും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
വ്യക്തികൾക്കാണ് ആധുനിക പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തികൾക്കാണ് പ്രാധാന്യം. പക്ഷെ ഗോത്ര കാലഘട്ടത്തിൽ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല. വ്യക്തിയുടെ ജീവന് പോലും യാതൊരു വിലയില്ല. അവിടെ ഗോത്രത്തിനാണ് പ്രധാനം. ഗോത്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചോണം വ്യക്തി, ഇല്ലെങ്കിൽ വ്യക്തിയെ ഉന്മൂലനം ചെയ്തു കളയും. ഗോത്രത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്താൽ ആ വ്യക്തിക്ക് ഗോത്രത്തിൽ നിലനിൽക്കാൻ പറ്റില്ല, കൊന്നുകളയുക എന്നുള്ളത് ഗോത്ര നിയമം. എല്ലാ കാലത്തും, ഗോത്രകാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്ന നിയമമാണ്. അതാണ് ആ സംസ്കൃതി നമ്മുടെ ചോരയിൽ നിന്ന് പോയിട്ടില്ല. അതാണ് ഈ വെട്ടിക്കൊല്ലലൊക്കെ. ഗോത്ര സംസ്കാരത്തിന്റെ അവശിഷ്ടമാണ് എൻ്റെ പാർട്ടി വിട്ടാൽ ഞാൻ വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ആ സംസ്കാരം. അതൊന്നും ഒരു ജനാധിപത്യത്തിന്റെ സംസ്കാരത്തോടോ മനുഷ്യത്വത്തിന്റെ സംസ്കാരത്തോടോ യോജിക്കുന്ന കാര്യമല്ല. നമ്മളതിൽ നിന്നൊക്കെ മാറേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ജനിതകത്തിൽ നമ്മൾ കടന്നു വന്ന ചരിത്രത്തിന്റെ കൂടി ശേഷിപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നും മനുഷ്യർ പെരുമാറുന്നത്. പക്ഷെ മാറി വരുന്നു സമൂഹം. ബഹുസ്വരതയെ നമ്മൾ പരിഷ്കൃത സമൂഹം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. സഹകരണവും സഹിഷ്ണുതയും എല്ലാവരും പരസ്പരം പാലിക്കുന്നു. അതുപോലെ പരിഷ്കൃത സമൂഹങ്ങൾ നിയമങ്ങളെ, മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളെ സ്വമേധയാ പാലിക്കുന്നു. അതോടെയാണ് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒന്നും ഒക്കെ വളരെ ഇപ്പോഴും പ്രാകൃതരാണ്. നമ്മൾ നിയമം ഉണ്ടാക്കി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സുസ്ഥിതിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ എങ്ങനെ ലംഘിക്കാം എന്നതിൻ്റെ ഗവേഷണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ, അച്ഛനമ്മമാർ സ്വന്തം മക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പരിശീലിപ്പിക്കുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ നിയമങ്ങളെ എങ്ങനെ ലംഘിക്കാം എന്നാണ്. ഞാനിത് വെറുതെ പറയുന്നതൊന്നുമല്ല. ഏത് വിഷയത്തോളം ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. എന്താ അതിന്റെ കാരണം? നമ്മൾ മുഖ്യമന്ത്രിനെ ചീത്ത പറഞ്ഞിട്ടോ ആരോഗ്യമന്ത്രിനെ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് കേരളത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ വന്ന് കോരിക്കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ആരാണ് ഇതിന് കാരണക്കാര്? ഈ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കാത്ത പൊതുജനം. അങ്ങനെ സംസ്കരിക്കുന്നതിന്റെ രീതിശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കാത്ത രക്ഷിതാക്കള്, അധ്യാപകര്, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നവർ, ഇവരൊക്കെയാണ് അതിന് കാരണക്കാർ. ഇപ്പൊ ഞാനൊരു സ്കൂൾ അധ്യാപകൻ. നമ്മൾ സ്കൂളിൽ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കും. നിങ്ങൾ മാലിന്യങ്ങൾ ഇങ്ങനെ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് അത് ഇന്ന രീതിയിൽ സംസ്കരിക്കണം. ഒരിക്കലും നിങ്ങൾ മിഠായി ഇരുന്നിട്ട് കടലാസ് മുറ്റത്തിടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കും. വീട്ടിലായാലും സ്കൂളിലായാലും പൊതുസ്ഥലത്ത് ഇടാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കും. പക്ഷെ ഈ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നേന്ത്രപ്പഴം തിന്നു കഴിഞ്ഞാൽ കുട്ടി സ്കൂളിൽ മാഷ് പഠിപ്പിച്ചാൽ, ടീച്ചർ പഠിപ്പിച്ച ഓർമ്മയിൽ ഈ തൊലിയും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അച്ഛൻ അത് വാങ്ങിയിട്ട് റോട്ടിൻ്റെ അടുത്ത് പറ്റാറ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അമ്മ അത് വാങ്ങി അങ്ങോട്ട് ഇട്ടാളാണ്. എന്നാൽ റോഡിൻ്റെ സൈഡിക്കും അല്ലടാ, നടുക്കട. അതിൻ്റെ പുറകിൽ വരുന്ന ബൈക്കാരൻ ചിലപ്പോൾ ആ പഴത്തൊലിയിൽ ചവിട്ടിയിട്ട് അവിടെ വീണിട്ടുണ്ടാവും. ഇത് കുട്ടികളെ, അച്ഛനമ്മമാർ വരെ ഇതാണ് പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ പരിഷ്കൃത സമൂഹത്തിൽ യൂറോപ്പിലോ സിംഗപ്പൂരിലോ ഒക്കെ പോയി നോക്ക്, നിങ്ങൾക്ക് ഈ കാഴ്ച എവിടെയും കാണാൻ പറ്റില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടായോ, 2 വയസ്സായി ഇനി നടക്കാൻ തുടങ്ങിയ കുട്ടി ഒരു ചോക്ലേറ്റ് എന്തോ തിന്നിട്ട് അതിൻ്റെ റാപ്പർ കൈ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. കുറേ ദൂരെ അതാ പിന്നെ അവിടെയാണ് ചവറ്റു. എന്നിട്ട് ഈ കുട്ടി നടന്നു പോയിട്ട് അത് അതിനകത്തിട്ടിട്ട് തിരിച്ചു വരും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, യൂറോപ്പിൽ കണ്ടതാ. നമ്മുടെ നാട്ടിൽ ഏത് കുട്ടിയാണ് നമ്മൾ അങ്ങനെ പരിശീലിപ്പിക്കുന്നത്? അപ്പൊ ഇതാണ് ഒരു നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുന്ന ഒരു സമൂഹമാണ് ഒരു പരിഷ്കൃത സമൂഹം. അത് ട്രാഫിക് നിയമമായാലും ഒക്കെ. നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമം എന്താ? ലോകത്ത് ഇത്രയും വികൃതമായി വാഹനങ്ങൾ ഓടിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം ഈ കേരളത്തിലെ പോലെ വേറെ എവിടെയില്ല. അത് പുറത്തു പോയി തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് പറയാം. പുറത്തു പോയിട്ട് കുറച്ചു കാലം ജീവിച്ച് വണ്ടിയൊക്കെ ഓടിച്ചവർ ഇവിടെ വന്ന വണ്ടി തൊടൂല, പേടിച്ചിട്ട്. കാരണം എങ്ങനെയെങ്കിലും ഇൻ്റെ കാര്യം നടക്കണം. അപ്പോൾ ഒരു ബ്ലോക്കായി കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണമായ ഒരു മര്യാദ എന്താ വെച്ചാൽ ആ ബ്ലോക്കിൽ അതിൻ്റെ പുറകിൽ വണ്ടി ഇടുകയാണ്. നമ്മളെന്താ ചെയ്യുക? ഒരു ബൈക്കാരൻ ഇതിൽ അങ്ങോട്ട് എടുക്കും, ഒരു ഓട്ടോറിക്ഷ അപ്പുറത്ത് കൂടെ എടുക്കും, ഒരു കാർ അതിലെടുക്കും. അങ്ങനെ അവിടെയും ബ്ലോക്ക് ഇവിടെയും ബ്ലോക്ക്, അവിടെ കിടക്കും. അവിടുന്നും ബ്ലോക്ക് ഇവിടുന്നും ബ്ലോക്ക്, അവിടെ കിടക്കും. അതുപോലെ ഇത്രയും തിരക്കുള്ള ട്രാഫിക്കിന്റെ തിരക്കുള്ള നമ്മുടെ റോഡുകളിൽ അവിടെ ഒരു 100 ആൾ ചിലപ്പോൾ ഒരു പ്രകടനം പോകുന്നുണ്ടാവും.
10,000 പേരായിരിക്കും അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക. 10,000 പേര്. അതിൽ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന, ആംബുലൻസ് കൊണ്ടുപോകുന്ന രോഗി ഉണ്ടാവും, അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് കയറി പോകാനുള്ള യാത്രക്കാരനുണ്ടാവും. ഇങ്ങനെ എത്രയോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന 10,000-കണക്കിന് ആളുകളെ റോഡിൽ തടഞ്ഞിട്ടിട്ട് ഒരു 100 ആൾ അവിടെ ഈ ഗുണ്ടായിസം പോലെയുള്ള പ്രകടനം. ഇതൊക്കെ പണ്ട് കാലത്ത് ഈ റോഡ് ഇതിനൊക്കെ ഉപയോഗിക്കാമായിരുന്നു, കാരണം അന്ന് റോഡ് വാഹനങ്ങൾ അത്ര ഇല്ലായിരുന്നു. പക്ഷെ ഇന്നും ആ ശീലം മാറ്റാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അപ്പൊ നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കാതിരുന്നാൽ അതിന്റെ ദൂഷ്യങ്ങൾ നമുക്ക് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും പലപ്പോഴും നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പരിഷ്കൃത സമൂഹം, ഒരു ജനാധിപത്യ സമൂഹം നിയമങ്ങളെ സ്വമേധയാ അനുസരിക്കും. കാരണം ഈ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണ്, ഇത് പഠിച്ചുണ്ടാക്കിയതല്ല, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. ഇതാണ് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു ലക്ഷണം. ഇനി സെക്കുലറിസം, മതേതരത്വം. എന്താ മതേതരത്വം? മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതല് നമ്മളിവിടെ പറയുന്നു എന്നല്ല, സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാന തത്വം. സ്റ്റേറ്റിന് മതമില്ല. മതകാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല, സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ മതം ഇടപെടാൻ പാടില്ല. എന്നുവെച്ചാൽ സീസർ വേറെ, പോപ്പ് വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ. അങ്ങനെ വേർതിരിച്ചുകൊണ്ടുള്ള തികച്ചും മത ഇതരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനവും അതിനനുസൃതമായ ഒരു സംസ്കാരവുമാണ് മതേതരത്വം. അവിടെ മതസ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മതസ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. എല്ലാ സ്വാതന്ത്ര്യത്തിനും പരിമിതികളുണ്ട്. എന്താ എല്ലാ സ്വാതന്ത്ര്യത്തിനും പരിമിതി? വോൾട്ടയർ പറഞ്ഞത് തന്നെയാണ്. ഈ വീശാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, പക്ഷെ അത് അന്യന്റെ മൂക്കിന്റെ തുമ്പത്ത് ആ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. മതസ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒരു രാഷ്ട്രത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കും പൊതു തത്വങ്ങൾക്കും ഈ മതം നേരെ വിരുദ്ധം, ഈ മത താല്പര്യം നേരെ വിരുദ്ധമാണെങ്കിൽ അവിടെ രാഷ്ട്ര താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കണം. അതാണ് മതേതരത്വം. നമ്മുടെ നാട്ടിൽ അതല്ല. നമ്മുടെ നാട്ടിൽ അവിടെ മുൻതൂക്കം കൊടുക്കുക മതത്തിന്. രാഷ്ട്രം അവിടെ കിടക്കും, നിയമം അവിടെ കിടക്കും, എല്ലാം കിടക്കും, മതത്തിനാണ് മുൻതൂക്കം. അതുകൊണ്ടാണ് ഈ അടിയും പിടിയൊക്കെ നടക്കുന്നത്. ഇനി സ്റ്റേറ്റും മതവും തേർതിരിയുന്ന ഒരു മതേതര ജനാധിപത്യ ഭരണ സംവിധാനമോ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സംസ്കാരമോ മതത്തിന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? മതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു മതവും മറ്റു മതങ്ങളെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ പോലും അംഗീകരിക്കുന്നില്ല. ഒരു മതവും മറ്റു മതക്കാരന്റെ വിശ്വാസങ്ങളെയോ ആചാരാനുഷ്ഠാനങ്ങളെയോ പൂർണ്ണമായി അംഗീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സെമിറ്റിക് സ്വഭാവമുള്ള ഈ മതങ്ങൾ, സംഘടിത മതങ്ങൾ. ഒരു വിശ്വാസം ഒരാൾ ഉപേക്ഷിച്ചു പോയാൽ മുർത്തദ് എന്നാ പറയാം. ഇപ്പൊ ഇസ്ലാം മതത്തിൽ നമ്മൾ ജന്മന നമുക്ക് കുട്ടിക്കാലത്തെ കിട്ടിയതുകൊണ്ട് നമ്മളത് സ്വാഭാവികമായിട്ടും വിശ്വസിച്ചു വന്നു. പിന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതൊക്കെ പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആ വിശ്വാസം സ്വമേധയാ നമ്മളിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ കരുതിക്കുട്ടി അങ്ങ് ഒഴിവാക്കിയൊന്നുമല്ല, നമ്മളിൽ നിന്ന് പോയതാ. ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുക എന്നുള്ള ഒരു മാനസിക പ്രക്രിയ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഞാൻ വധശിക്ഷ അർഹിക്കുന്ന ക്രിമിനൽ കുറ്റവാളി. എത്ര വിചിത്രമാണെന്ന് ആലോചിക്കുക. അതാണ് മുർത്തദ് എന്ന് പറയുന്നത്. ഒരാളുടെ മതവിശ്വാസം നഷ്ടപ്പെട്ടാൽ അയാളെ കൊന്നുകളയണം. ഇതാണ് പഴയ ഗോത്ര സമ്പ്രദായം. മുർത്തദിനെ കൊല്ലുക. ദിമ്മി, ഞാൻ നേരത്തെ പറഞ്ഞു, ദിമ്മി ആരാണ്? ഒരു മതത്തിന്റെ ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട അന്യമതക്കാരനാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ് ദിമ്മി. ഈ മതത്തിൽ നിന്ന് പോയോ ദിമ്മിയല്ല കേട്ടോ, അവൻ മുർത്തദാ, അവനെ കൊന്നു കളയണം, അതിൽ തർക്കമൊന്നുമില്ല. വേറെ മതത്തിൽ പെട്ട ആളുകൾ ഈ മതത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ദിമ്മി. എന്താണ് ഈ ദിമ്മിയെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന്റെ കിതാബിൽ പറയുന്നത്? 9-ാം അധ്യായം 29-ാം വാക്യം പറയുന്നത്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം ജിസിയ നൽകുന്നത് വരെ. അപ്പോ ഒന്നുകിൽ അവർ നമ്മുടെ മതം സ്വീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവർ ജിസിയ തന്നിട്ട്
നമ്മളെ സ്വീകരിക്കാൻ, നമുക്ക് പൂർണ്ണമായി കീഴടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പോൾ യുദ്ധം നിർത്തിക്കോളാം. എന്താണ് ഈ ജിസിയ? ജിസിയെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ, നമ്മൾ മുഗളന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ജിസിയ പറയുന്നുണ്ട്. മുസ്ലിം രാജാക്കന്മാരുടെ കാലത്ത് അമുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന നികുതിയാണ് ജിസിയ. ഈ ജിസിയൊക്കെ ഇന്ന് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ട് നല്ല ചക്കര പോലത്തെ സാധനമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ജിസിയ? ടാക്സ് ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ് പറയുന്നത്. അവഹേളിക്കാനുള്ള നികുതി എന്നാണ് ജിസിയയുടെ നിർവചനം. മൗദൂദി പറയുന്നുണ്ട് ജിസിയെ കുറിച്ച്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അതിലൊരു പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. എന്തിനുള്ള വിലയാണ് ഈ ജിസിയ എന്ന ചോദ്യം അവശേഷിക്കുന്നു. തങ്ങളുടെ ദുഷിച്ച ജീവിത രീതികളിൽ നിലകൊള്ളാൻ ദൈവികാധിപത്യത്തിന് കീഴിൽ നൽകപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില എന്നാണ് അതിനുള്ള മറുപടി. ഇത് മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ തോന്നിവാസമാകുന്ന മതവും അനുസരിച്ച് ഇതിന്റെ കീഴിൽ ജീവനോടെ നിലനിൽക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യത്തിന് പകരം നിങ്ങൾ നൽകേണ്ട വിലയാണ് ജിസിയ എന്നാണ് പറയുന്നത്. ഇതിൽ ഖുർആനിൽ കയ്യോടെ കപ്പം നൽകുക എന്ന വാക്യം മുഫസ്സിറുകളെല്ലാം വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത്, കയ്യോടെ കപ്പം നൽകുക എന്ന് പറഞ്ഞാൽ ഈ നികുതി, ഈ ജിസിയ എന്ന് പറയുന്ന നികുതി ഈ ദിമ്മി നേരിട്ട് കൊണ്ടു കൊടുക്കണം. ജിസിയ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് ഈ ദിമ്മി വേറൊരാളെ കയ്യിൽ കൊടുത്തയച്ചാൽ പോരാ, നേരിട്ട് കൊണ്ടു കൊടുക്കണം. കഷാഫ് എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട് സമക്ഷരിയുടെ. ആ തഫ്സീറിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദിമ്മിയുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങേണ്ടത് എന്ന് അതിനകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ദിമ്മി നടന്നേ വരാൻ പാടുള്ളൂ, കുതിരപ്പുറത്ത് വരാൻ പാടില്ല. ദിമ്മി എഴുന്നേറ്റ് നിൽക്കുകയും വാങ്ങുന്നയാൾ ഇരിക്കുകയും ചെയ്യണം. ദിമ്മി പൈസ കയ്യിൽ നീട്ടുമ്പോൾ തട്ടിപ്പറിച്ച് വാങ്ങണം. ദിമ്മിയെ 4 തെറി പറഞ്ഞിട്ട് ഊന്തി അവഹേളിച്ചു വിടണം. എന്ന് വെച്ചാൽ ദിമ്മി ജിസിയ ഒരു പ്രാവശ്യം കൊടുത്താൽ ഈ ജിസിയ കൊടുത്ത് ജീവിക്കുന്നതിലും ഭേദം ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഈ മതത്തിൽ ചേരുക എന്ന് തോന്നിയിട്ട് ഓൻ പിറ്റേന്ന് പോയിട്ട് കെലിമ ചൊല്ലി മതത്തിലേക്ക് വരണം. അതാണ് ടാക്സ് ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന്. അങ്ങനെ അവഹേളിച്ച്, നിരന്തരം അവഹേളിച്ചുകൊണ്ട് ഇയാളെ ബലം, ഈ സമ്മർദ്ദ തന്ത്രത്തിലൂടെ മതം മാറ്റിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് ഈ ജിസിയ എന്ന് പറയുന്ന നികുതി ഏർപ്പാടില്ലേ. അതൊക്കെ ഇപ്പോൾ ദിമ്മികൾ ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടാത്തതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഔദാര്യം എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ഉരുണ്ട് നന്നാക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ. ദിമ്മിക്ക് വോട്ടവകാശം ഇല്ല ഞാൻ പറഞ്ഞു. അതിന് മൗദൂദി പറയുന്ന ന്യായീകരണം നോക്കുക. വോട്ടവകാശമില്ല, ഭരണകാര്യങ്ങളിലോ മറ്റു പൊതുകാര്യങ്ങളിലോ ഇടപെടാനുള്ള അവകാശമില്ല. മൗദൂദി പറയുന്നുണ്ട്, പ്രവാചകന്റെയോ നീതിമാന്മാരായ ഖലീഫമാരുടെയോ ഭരണകാലത്ത് ഒരു ദിമ്മിയെ ഏതെങ്കിലും ഉപദേശക സമിതിയിലോ ഗവർണർ പദവിയിലോ ന്യായാധിപ സ്ഥാനത്തോ സൈനിക തലവനായിട്ടോ നിയമിച്ചതിന് യാതൊരു തെളിവുമില്ല. ഖലീഫമാരുടെ കാലത്ത് അവരുടെ എണ്ണം കോടികളായിരുന്നിട്ട് കൂടി. ഇസ്ലാമി റിയാസത്ത് എന്ന് പറയുന്ന മൗദൂദിയുടെ ഗ്രന്ഥത്തിൽ അത് പറയുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചരിത്രം നമ്മൾ ഇസ്ലാമിലില്ല, ദിമ്മികൾക്ക് ഈ വക യാതൊരു അവകാശവും കൊടുത്തതായിട്ട്. ഇനി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ദിമ്മികളോട് ഏറ്റവും ഔദാര്യപൂർവ്വം പെരുമാറിയ ഒരു ഭരണാധികാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. AD 715-720 കാലത്ത് ഇസ്ലാമിന്റെ ഖലീഫയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉമർ രണ്ടാമൻ എന്നാണ് ചരിത്രം വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് അന്ന് സിറിയയിൽ, ഇപ്പൊ കച്ചറ നടക്കുന്ന സിറിയയിലെ ഡമാസ്കസിലെ ക്രിസ്ത്യാനികളായ ദിമ്മികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ട്. പാക്ട് ഓഫ് ഉമർ വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ നെറ്റിൽ പാക്ട് ഓഫ് ഉമർ എന്ന് അടിച്ചു കൊടുത്താൽ ഇതെല്ലാം കൃത്യമായിട്ട് വരിയായിട്ട് വരും. ഡമാസ്കസിലെ ക്രിസ്ത്യാനികളുമായി ഈ ഉമർ രണ്ടാമൻ എഴുതി അംഗീകരിപ്പിച്ച ഒരു ഉടമ്പടി. ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കേൾക്കുക. ഞങ്ങളുടെ നഗരത്തിലോ പ്രാന്തപ്രദേശങ്ങളിലോ ചർച്ചുകളോ മൊണാസ്ട്രികളോ മഠങ്ങളോ ആരാധനാലയങ്ങളോ സ്ഥാപിക്കുകയില്ല. ക്രിസ്ത്യാനികൾ ഒപ്പിട്ട് കൊടുക്കേണ്ട കരാറാണ്. നിലവിലുള്ളവ പുതുക്കിപ്പണിയുകയോ കേടുപാടുകൾ തീർക്കുകയോ ചെയ്യുന്നതല്ല. ഞങ്ങളുടെ തെരുവുകൾ എല്ലായ്പ്പോഴും മുസ്ലിങ്ങൾക്കായി തുറന്നിടും. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ ഉമർ രണ്ടാമനാണ് മുസ്ലിം ഖലീഫമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉദാരമായ മതേതരവാദി.
അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇസ്ലാം ചരിത്രത്തിൽ ഏറ്റവും ഉദാരത മറ്റു മതക്കാരോട് കാണിച്ച, ദിമ്മികളോട് കാണിച്ച ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ ഈ പാക്റ്റാണിത്. മുസ്ലിങ്ങൾ ആര് വന്നാലും 3 ദിവസത്തെ താമസവും ഭക്ഷണവും നൽകി ആദരിക്കും. ഞങ്ങളുടെ വീടുകളിലോ പള്ളികളിലോ ചാരന്മാരായി ആരെയും പാർപ്പിക്കുകയോ മുസ്ലിങ്ങളിൽ നിന്നും ആരെയെങ്കിലും ഒളിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ഞങ്ങളുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുകയില്ല. പരസ്യമായി മതചടങ്ങുകൾ നടത്തുകയില്ല. കുരിശോ വേദപുസ്തകങ്ങളോ പ്രദർശിപ്പിക്കുകയില്ല. പള്ളികളിലെ എല്ലാ ചടങ്ങുകളും പുറത്തു കേൾക്കാത്ത വിധം നിശബ്ദമായിരിക്കും. ശവസംസ്കാരത്തിൽ പോലും ഞങ്ങൾ ശബ്ദം വെളിവാക്കുകയില്ല. ആരെയും മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയില്ല. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുകയില്ല. മുസ്ലിങ്ങളോട് ഞങ്ങൾ ബഹുമാനപൂർവ്വമേ പെരുമാറൂ. അവർക്ക് ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കും. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. മുസ്ലിങ്ങളോട് ഒരു തരത്തിലും ഞങ്ങൾ സാദൃശ്യപ്പെടാൻ ശ്രമിക്കുകയില്ല. അവർ ധരിക്കുന്നത് പോലെയുള്ള തൊപ്പിയോ വസ്ത്രങ്ങളോ ഞങ്ങൾ ധരിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയില്ല. ഞങ്ങൾ വാളോ പടയങ്കിയോ മറ്റായുധങ്ങളോ ധരിക്കുകയില്ല. മദ്യം വിൽക്കുകയില്ല. മുസ്ലിം വീടുകളെക്കാൾ ഉയരത്തിൽ ഞങ്ങൾ വീടുകൾ ഉണ്ടാക്കുകയില്ല. അബദ്ധത്തിൽ ആരെങ്കിലും തിരിച്ചറിയാതെ ബഹുമാനിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ കമ്പിളി കൊണ്ടുള്ള ഒരു വടം എല്ലാ ദിമ്മികളും മരയിൽ കെട്ടുന്നതാണ്. വീട്ടുവാതിൽക്കലെത്തുന്നവ ഭിക്ഷാടകരും മറ്റും അറിയാതെ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലാതിരിക്കാൻ ഓരോ വീട്ടിൻ്റെയും മുകളിൽ പ്രത്യേകം കൊടി കെട്ടുന്നതാണ്. ഇതാണ് പാക്ട്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരുന്നപ്പോൾ നടപ്പിലാക്കിയതാണ്. അമുസ്ലിങ്ങൾ പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം. അവർ വീടിന്റെ മുകളിൽ പ്രത്യേക കൊടി കെട്ടണം. നമ്മൾ വായിച്ചതല്ലേ പത്രങ്ങളിൽ? ഇതാണ് സംഭവം. ഒറിജിനൽ ഇസ്ലാമാണ് താലിബാൻ അവിടെ നടപ്പിലാക്കിയത്. അടയാളം സ്ഥാപിക്കണം. ഇനി പാകിസ്ഥാനിൽ അഹമ്മദിയാക്കളുടെ ഗതി നമുക്കറിയാം. പണ്ട് ഒരു അഹമ്മദിയ മുസ്ലിം അയാളുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാനുള്ള കത്തിൻ്റെ മുകളിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് അച്ചടിച്ചതിന് ജയിലിലിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ. ബ്ലാസ്ഫമിയാണ്. ഒരു അഹമ്മദിയ മുസ്ലിം ബിസ്മി എന്ന് അച്ചടിച്ചാൽ, ഒരു അഹമ്മദിയ മുസ്ലിം ബാങ്ക് വിളിച്ചാൽ, ഒരു അഹമ്മദിയ മുസ്ലിം അയാളുടെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ബ്ലാസ്ഫമിയാണ്. അയാളെ ജയിലിലിടണമെന്നാണ് പാകിസ്ഥാനിലെ നിയമം ഉണ്ടായത്. 14 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ പയ്യൻ ഒരു കരിക്കട്ട കൊണ്ട് ഒരു ചിത്രം വരച്ചതിന് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ. കാരണം കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഈ അവഹേളിക്കുമ്പോൾ കുട്ടിയോടുള്ള ദേഷ്യപ്പെട്ടിട്ട് ഒരു ചിത്രം വരച്ചിട്ട് എന്താ മുഹമ്മദ് എന്നിട്ട് എഴുതി വെച്ചതാണ്. ആ കുട്ടീനെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി പാകിസ്ഥാനിൽ. ഇതാണ് ഇസ്ലാമിലെ അന്യ മതസ്ഥരോടുള്ള നിലപാട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നിട്ട് സൗദി അറേബ്യയിൽ നിന്നൊരു വാർത്ത വന്നിരിക്കുന്നു. സ്കൂൾ ബാഗുമ്മലുള്ള കുരിശ് കണ്ടിട്ട് ബാഗെല്ലാം നിരോധിച്ചു. നിങ്ങൾ വായിച്ചില്ലേ? സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗിന്റെ മുകളിൽ ഏതോ കമ്പനി അടിച്ചിറക്കിയ ബാഗിന്റെ മുകളിൽ കുരിശടയാളം കണ്ടിട്ട് ആ ബാഗെല്ലാം ബാൻ ചെയ്തിരിക്കുന്നു. ഇത് അവിടെ പോയവർക്കറിയാതെ. അവിടെ കുരിശ് കാണാൻ പാടില്ല. റെഡ് ക്രോസ് സംഘം യുദ്ധത്തിന്റെ സമയത്ത് രോഗികളെ പരിശീലിക്കാമെന്ന റെഡ് ക്രോസിന്റെ വണ്ടികളിലെല്ലാം കരി അടിച്ചിരുന്നു. ക്രോസ് കാണാൻ പാടില്ല. ഇനി വേറൊരു തമാശ പറഞ്ഞുതരാം. ഇപ്പോ സൗദി അറേബ്യയും റോമും ഒക്കെ ആയിട്ട് വലിയ ലോകത്തിലാണല്ലോ, യൂറോപ്പൊക്കെ ആയിട്ട്. റോമിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൗദി രാജാവ് പൈസ കൊണ്ടുപോയിട്ട് ഒരു പള്ളി ഉണ്ടാക്കി, ഒരു മുസ്ലിം പള്ളി. വത്തിക്കാൻ്റെ അടുത്തായിട്ട് റോമിൽ സൗദി രാജാവിൻ്റെ വക ഒരു പള്ളി, മുസ്ലിം പള്ളി. ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അവിടുത്തെ കർദിനാളന്മാരൊക്കെ ബിഷപ്പുമാരൊക്കെ വന്ന് സ്റ്റേജിലിരുന്ന് ആശംസകൾ അർപ്പിച്ചു പോയി. ഇവിടുത്തെ രാജാവും ഒക്കെ പോയിരുന്നു, സൗദിയിലെ രാജകുടുംബം. പിറ്റേ ദിവസം സൗദി അറേബ്യയിലെ പത്രങ്ങളിൽ ഇതിൻ്റെ ഫോട്ടോ സഹിതം വാർത്ത വന്നു. ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന കർദിനാളന്മാരെയും ബിഷപ്പുമാരുടെ ഒക്കെ നെഞ്ചത്ത് കരി വാരി തേച്ചു. ഈ ഫോട്ടോ സൗദി അറേബ്യയിൽ നിന്ന് ഒരാളെ എനിക്ക് അയച്ചു തന്നിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ്. അത് പിന്നെ ചെതൽ പിടിച്ചു പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ റോമില് മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കിയപ്പോൾ അവിടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ വന്നിരുന്ന ക്രിസ്ത്യൻ പുരോഹിതന്റെ ചിത്രം ഇവിടെ കൊടുത്തപ്പോൾ അയാളുടെ നെഞ്ഞത്തുള്ള കുരിശ് ഇവിടെ കരി തേച്ചു. കാരണം ഇവിടുത്തെ നിയമം അതാണ്. ഇവിടെ അന്യമതക്കാരൻ്റെ ഒരു സിമ്പല് കാണാൻ പാടില്ല. നിങ്ങൾ സൗദി അറേബ്യയിലെ ഒരു ഹിന്ദു നിങ്ങളുടെ സ്വകാര്യ മുറിയിൽ ഒരു കൃഷ്ണന്റെ പടം വെച്ച് പൂജിച്ചിട്ട് അവിടുത്തെ മുത്തവ പോലീസ് വന്നിട്ട് നിങ്ങളെ പൊക്കും. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് മാതൃഭൂമി പത്രം സൗദി അറേബ്യയിൽ വരുന്നത് ഈ ചിത്രം കരിയടിച്ചിട്ടാണ്.
നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. അന്യമതക്കാരന്റെ ഒരു സിമ്പല് ഇവിടെ കാണാൻ പാടില്ല. എന്നാൽ ഇയാളുടെ പള്ളി അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിരിച്ച് മക്കത്തൊരു പള്ളി ഉണ്ടാക്കി കൊടുത്ത്, ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് ഓരെ വിളിച്ചിട്ട് ആശംസ പറയിപ്പിക്കല്ലേ വേണ്ടത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാന്നുള്ളത്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം തന്നെയാണ്. ജനാധിപത്യമില്ല, മതേതരത്വമില്ല, ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ല, മനുഷ്യാവകാശങ്ങളില്ല, സമാധാനം എന്ന് പറയുന്ന സാധനം പൊടി പോലുമില്ല. ഇതൊരു ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സാമ്രാജ്യത്വം ആണ്. എങ്ങനെയാണ് സാമ്രാജ്യത്വമാകുന്നത്? മൗദൂദി പറഞ്ഞു തരുന്നുണ്ട്. മൗദൂദി എഴുതി തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. മനുഷ്യബന്ധങ്ങളും കൂട്ടായ്മകളും അന്യോന്യം ഉദ്ഗ്രഥിതമാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അയൽ രാഷ്ട്രങ്ങളും തങ്ങളുടെ അതേ ആദർശം സ്വീകരിക്കുന്നതുവരെ ആ രാഷ്ട്രത്തിന് അതിന്റെ സിദ്ധാന്തമനുസരിച്ച് പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം അവരുടെ ഭൂപരിധിയിൽ സ്ഥാപിച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ പാടുള്ളതല്ല. അവരുടെ വിഭവങ്ങൾക്കനുസരിച്ച് രാഷ്ട്രത്തെ 4 ഭാഗത്തേക്കും വികസിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് അവരുടെ ആശയപ്രചരണം നടത്തുകയും മറുഭാഗത്ത് ജനങ്ങളുടെ തങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ ക്ഷണിക്കുകയും വേണം. കാരണം മോക്ഷം നിലകൊള്ളുന്നത് അതിൽ മാത്രമാണ്. അവരുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് ശക്തിയും വിഭവവും ഉണ്ടെങ്കിൽ മറ്റു അനിസ്ലാമിക രാഷ്ട്രങ്ങളെ യുദ്ധം ചെയ്തു നശിപ്പിക്കേണ്ടതും അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കേണ്ടതുമാണ്. ഹക്കീക്കത്തെ ജിഹാദ് എന്ന മൗദൂദിയുടെ കുപ്രസിദ്ധമായ ഉറുദു പുസ്തകത്തിലെ പേജ് 64. ഇതല്ലേ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്? നമ്മൾ അമേരിക്ക മാത്രമേ സാമ്രാജ്യത്വമുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഇനി മൗദൂദി തന്നെ പറയുന്നു, അറേബ്യയിൽ ആദ്യമായി മുസ്ലിം പാർട്ടി രൂപവൽക്കരിച്ച് പ്രാവർത്തികമാക്കിയ സന്ദർഭത്തിൽ പ്രവാചകന്മാരും ഖലീഫമാരും കൈക്കൊണ്ട നിയമം ഇതായിരുന്നു. അതിനുശേഷം പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാ അയൽ നാടുകളിലേക്കും സന്ദേശം അയച്ചു. പക്ഷേ ഈ സന്ദേശം സ്വീകരിച്ചുവോ അതോ നിരസിച്ചുവോ എന്നറിയാൻ അദ്ദേഹം കാത്തുനിന്നില്ല. ഉടനെ ശക്തി സംഭരിച്ച് റോമാ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ചു. പ്രവാചകന് ശേഷം അബൂബക്കറാണ് നേതാവായത്. അദ്ദേഹം പേർഷ്യയെയും റോമിനെയും ആക്രമിച്ചു. അവസാനം ഉമർ വിജയിക്കുകയും ചെയ്തു. ഹക്കീക്കത്തെ ജിഹാദിൽ മൗദൂദി പറയുന്നതാണ് ചരിത്രം. ഇതല്ലേ സാമ്രാജ്യത്വം? അങ്ങനെയല്ലേ ഇസ്ലാം ഉണ്ടായത്? കാത്തുനിന്നില്ല എന്നാണ്. സന്ദേശം അവിടെ കൊടുത്തേച്ച് പിന്നാലെ വാളും കൊണ്ടങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ സ്വീകരിക്കുമല്ലേ എന്നുള്ളതൊന്നും. അപ്പൊ ഇത്രയും മതി എന്നാണ്. ഒരു മെസ്സേജ് കൊടുക്കുക, ഒരു SMS അയക്കുക, ഉടനെ യുദ്ധത്തിന് പുറപ്പെട്ടോളാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രവാചകന്റെ മാതൃകയെക്കുറിച്ച് വീണ്ടും പറയുന്നു. അള്ളാഹുവിന്റെ ദൂതൻ 13 വർഷക്കാലം അറബികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. അനുനയത്തിന്റെ എല്ലാ മാർഗങ്ങളും അദ്ദേഹം അവലംബിച്ചു. അനിഷേധ്യമായ തെളിവുകളും വാദമുഖങ്ങളും സമർപ്പിച്ചു. ഭക്തിയുടെയും ധാർമ്മികതയുടെയും മാതൃകയായ തന്റെ ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചു. ആകാവുന്നത്ര അവരുമായി ആശയവിനിമയം നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ജനത ഇസ്ലാം മതം സ്വീകരിച്ചില്ല. മക്കയിലെ 13 കൊല്ലം അനുനയത്തിന്റെ എല്ലാ മാർഗങ്ങളും പരാജയമായി കലാശിച്ചപ്പോൾ പ്രവാചകൻ ഖഡ്ഗം കയ്യിലേന്തി. ഖഡ്ഗം മൗദൂദി പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അത് തിന്മയെയും ആക്രമണത്തെയും ഹൃദയത്തിന്റെ കറകളെയും ആത്മാവിന്റെ കളങ്കങ്ങളെയും വിപാടനം ചെയ്തു. നല്ല ഭാഷ കേട്ടോ. അതിനേക്കാൾ ഉപരിയായി വാൾ അവരുടെ അന്ധതയെ ഇല്ലാതാക്കി. അവർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണുമാറായി. സത്യം സ്വീകരിക്കാൻ വിഘാതമായി നിന്ന അവരുടെ അഹങ്കാരത്തിന് ശമനമുണ്ടായി. ഉദണ്ഡശിരസ്കരായി ഔദ്ധത്യത്തോടെ നിലയുറപ്പിച്ച അവർ അപമാനിതരായി എളിമയോടെ തലകുനിച്ചു. അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലും ഇസ്ലാം പ്രചരിച്ചത് ത്വരിതഗതിയിലായിരുന്നു. 1 നൂറ്റാണ്ടുകൊണ്ട് തന്നെ ലോകത്തിന്റെ 1/4 ഭാഗം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ഖഡ്ഗം മനുഷ്യ ഹൃദയങ്ങളെ ആവരണം ചെയ്ത മറകളെ കീറി മുറിച്ചതായിരുന്നു ഈ പരിവർത്തനത്തിനു കാരണം. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം, മൗദൂദി പേജ് 130. അപ്പൊ ഇസ്ലാം 13 കൊല്ലം അവിടെ ജനാധിപത്യപരമായ ആശയപ്രചരണം നടത്തി സമ്പൂർണമായി പരാജയപ്പെട്ടു. അപ്പോൾ വാളങ്ങോട്ടെടുത്തു, പരിപാടി അങ്ങോട്ട് തുടങ്ങി. ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ഇതങ്ങോട്ട് 100 കൊല്ലം കൊണ്ട് ലോക ജനസംഖ്യയുടെ 1/4 ഭാഗവും ഇതിൻ്റെ കീഴിൽ വന്നു എന്ന് നമ്മൾ ആരുമല്ല പറയുന്നത്, സാക്ഷാൽ മൗദൂദിയാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ സാമ്രാജ്യത്വത്തെക്കുറിച്ച്.
ഇസ്ലാമിക ഇതര വ്യവസ്ഥകളിൽ അതിൻ്റെ കീഴിൽ ഉദ്യോഗങ്ങൾക്കോ സീറ്റുകൾക്കോ വേണ്ടി മുറവിൽ കൂട്ടുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത നീചമായ അവസ്ഥയാണ് എന്ന് ജമാഅത്തുകാരെ പ്രബോധനം വാരികയിൽ 1959 ഡിസംബർ ലക്കത്തിൽ ഉണ്ട്. പഴയ ലക്കങ്ങൾ നോക്കിയാൽ ഈ ജാതിയാണ് അതിൽ കാണാൻ. ഇപ്പോഴത്തെ ലക്കങ്ങൾ എടുത്ത് നോക്കിയാൽ എന്തൊരു ചക്കരയാണ് അതിൽ കാണുക. അതിൽ ഇസ്ലാമേ ഇല്ല. അവിടെ ആദിവാസികളുടെ പ്രശ്നം, ഭൂസമരത്തിൻ്റെ പ്രശ്നം, പിന്നെ മാലിന്യങ്ങളുടെ പ്രശ്നം, കൊക്കക്കോലയുടെ പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ പ്രബോധനത്തിൽ. ഇസ്ലാമൊന്നും മിണ്ടുന്നേ ഇല്ല പ്രബോധനക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും. എന്താ കാരണം? മനുഷ്യൻ്റെ ഇടയിൽ പറയാൻ പറ്റാത്ത സാധനമാണ് ഇസ്ലാം എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആളെ ഇങ്ങോട്ട് ആകർഷിച്ച് കൂട്ടിയിട്ട് പിന്നെ പതുക്കെ നമുക്ക് മൗദൂദ് മെല്ലെ പഠിപ്പിച്ചിട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യം അല്ല എന്നുള്ളതാണ്. ഇനി മുർത്തദിന്റെ കാര്യത്തിലും മൗദൂദി വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മൗദൂദിയുടെ സ്വന്തം വക ചില ഔദാര്യങ്ങൾ മുർത്തദിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൗദൂദി പറയുന്നത് വെച്ചാൽ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തെ സമയം കൊടുക്കും. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ ആ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പോയിക്കോളിന്നാണ്. പോയാൽ നിങ്ങൾക്ക് ദിമ്മിയായിട്ട് നിൽക്കാം. ഇത് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 1 കൊല്ലത്തെ ഒരു അവധി കൊടുത്തിട്ട് നിങ്ങൾ പോകാനുള്ളവർ ഇപ്പോൾ പോയിക്കോളി, 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞിട്ട് പോവുകയാണെന്ന് വെച്ചാൽ കൊന്നുകളയാണെന്നാണ് മൗദൂദി. പിന്നെ ദിമ്മിയായിട്ട് അവിടെ ഈ പറഞ്ഞ മാതിരി ജിസിയൊക്കെ കൊടുത്ത് അങ്ങനെ മറ്റേ പാക്ട് ഓഫ് ഉമറിൽ പറഞ്ഞ മാതിരി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെങ്ങനെ. മനുഷ്യാവകാശങ്ങൾ എന്താണ്? മനുഷ്യാവകാശങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്ത്രീകൾ മനുഷ്യരാണോ? സ്ത്രീകൾക്ക് പകുതി അവകാശങ്ങളാണെങ്കിൽ എല്ലാ കാര്യത്തിലും വോട്ടവകാശം പകുതി, കോടതിയിലെ സാക്ഷ്യം പകുതി, ബാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വത്തിലുള്ള അവകാശം പകുതി, മരിച്ചാൽ ബ്ലഡ് മണി പകുതി, കൊല്ലപ്പെട്ടാൽ ഒരാണിനെ കൊന്നാൽ 10,000 റുപ്യാണ് കൊടുക്കണ്ടെങ്കിൽ പെണ്ണിനെ കൊന്നാൽ 5,000 കൊടുത്താൽ മതി. അങ്ങനെയാണ് സൗദി അറേബ്യയിൽ പോലും അങ്ങനെയാണ് നിയമം. ബ്ലഡ് മണിയിൽ പോലും പകുതി എന്ന് വെച്ചാൽ പുരുഷന്റെ പകുതിയാണ് സ്ത്രീ. അതിന് ന്യായം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ബുദ്ധിയില്ല എന്നാണ് നബി പറഞ്ഞത്. ബുദ്ധിയില്ല, ദീനുമില്ല, അതുകൊണ്ട് പോലൊക്കെ നരകത്തിലാണെന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ ബുദ്ധിയും ദീനും ഞങ്ങൾക്കില്ലാത്ത എന്താണ് നബിയെന്ന് സ്ത്രീകൾ ചോദിക്കുമ്പോൾ മൂപ്പര് കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർത്തവം ഉണ്ടാവുന്നു, അപ്പം നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അപ്പം നിങ്ങളെ ദീന് കുറഞ്ഞില്ലേ? നിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടല്ലേ അള്ളാഹ് നിങ്ങളെ സാക്ഷ്യം പകുതിയാക്കിയത്? അള്ളാഹ് നിങ്ങളെ സാക്ഷ്യത്തിന് പകുതി മൂല്യം കൽപ്പിച്ചത് നിങ്ങൾക്ക് ബുദ്ധി കുറവാന്നുള്ളതിൻ്റെ തെളിവല്ലേ? പിന്നെന്താ സംശയം? നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് ദീനുമില്ല, അതുകൊണ്ട് നിങ്ങൾ നരകത്തിലാണ്. അള്ളാഹ് 2 പണി അള്ളാഹ് ചെയ്താണ്. ബുദ്ധി ഇല്ലാതായതും ആർത്തവം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാതാക്കിയതും അള്ളയാണ്. എന്നിട്ട് ആ അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് ഇത് 2 ഉള്ളത് കൊണ്ട് നിങ്ങളെ മുഴുവൻ ഞാൻ നരകത്തിലിടും. ഇപ്പം എനിക്കൊരു മകള് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തിൻ്റെ പകുതി മാത്രമേ എൻ്റെ മകൾക്ക് കിട്ടുള്ളൂ. വേറെ ഒരു അവകാശം ഇല്ലെങ്കിൽ ബാക്കി പകുതി സർക്കാരിന് പോകും. ബൈത്തുൽ മാൽ സർക്കാർ ഖജനാവിലേക്ക് പോകും. എന്നാലും എൻ്റെ മകൾക്ക് കൊടുത്തുവിടാം എന്നാണ്. എനിക്ക് 2 മക്കളുണ്ടെങ്കിൽ 3-ൽ 2 എടുത്തിട്ട് ഇവർക്ക് 2 കൊടുത്താൽ 3-ൽ 1 ബൈത്തുൽ മാലിൽ പോകും. അല്ലെങ്കിൽ എൻ്റെ അകന്ന പുരുഷ ബന്ധുക്കൾക്ക് അവകാശികളാണ്, അവർക്ക് കൊടുക്കാം എന്നാണ്. അപ്പോഴും സ്വന്തം മക്കൾക്ക്. എന്നിട്ട് ഇപ്പം എന്താ പെൺമക്കൾ മാത്രമല്ല വലിയ വലിയ മുജാഹിദിൻ്റെ സുന്നീൻ്റെയും ജമാഅത്തിൻ്റെ നേതാക്കന്മാർ ചെയ്യണമെന്നറിയോ? മരിച്ചതിന് മുമ്പ് എങ്ങനെയെങ്കിലും തരികിട ഒപ്പിച്ചിട്ട് അള്ളാഹിൻ്റെ നിയമം തരികിടാക്കും. മക്കളെ പേരിൽ എങ്ങനെയൊക്കെ ആക്കിയിട്ട് വിൽപ്പന ചെയ്തിട്ടോ ഇഷ്ടദാനം നടത്തിയിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ട് കാശ് മക്കൾക്ക് കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും ഈ സ്വത്ത് സ്വന്തം മക്കളെ പേരിലാക്കിയിട്ട് മരിച്ചു അള്ളാഹിനെ പറ്റിക്കാൻ. കാരണം സ്വന്തം മക്കളോട് ഈ അള്ളാഹ് ചെയ്തത് നീതിയല്ല എന്ന് ഈ ജമാഅത്തുകാരനും ഈ മുജാഹിദുകാരനും സുന്നീൻ്റെയും മൂല്യന്മാർക്കൊക്കെ തോന്നുന്നു ഈ കാലത്ത്. കാരണം ഇന്നത്തെ കുടുംബ സംവിധാനത്തിൽ അങ്ങനെ പെൺമക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് അനീതിയാണ് എന്ന് ഈ കടുത്ത മതവിശ്വാസിക്ക് പോലും തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത മതം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് മതത്തിൻ്റെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, നിങ്ങളിതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് ഇപ്പോൾ ഇതിന് പകരം വെക്കാൻ എന്താ ഉള്ളത്? പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ എന്തോ വലിയ വിജയഭാവത്തിൽ ഇങ്ങനെ നോക്കും. നിങ്ങളെടുത്ത് എന്താ പകരം വെക്കാനുള്ളത്? അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയായിട്ടുള്ളൊരു പരിഹാരമൊന്നുമില്ല. കാരണം പ്രശ്നങ്ങൾ പലതാണ്, പ്രശ്നങ്ങളുടെ കാരണങ്ങളും പലതാണ്. ഒരു പ്രശ്നത്തിന് തന്നെ
ഒന്നിലധികം കാരണങ്ങളാണ്. അപ്പോൾ ഓരോ പ്രശ്നവും അതിൻ്റെ കാരണങ്ങളെ അനലൈസ് ചെയ്തിട്ട് നിർദ്ധാരണം ചെയ്യുമ്പോൾ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അതല്ലാതെ ലോകത്തുള്ള മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കൂടി ഒരൊറ്റമൂലി കാരണമായിട്ട് ഒരു കിതാബ് ഇറക്കിയിട്ടൊന്നും പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് മനുഷ്യൻ്റെയോ പ്രകൃതിയുടെയോ പ്രകൃതത്തിന് യോജിച്ചതുമല്ല. ഇവിടെയാണ് മതം പരാജയപ്പെട്ടത്. ഇവിടെയാണ് മതേതര പ്രത്യയശാസ്ത്രങ്ങളും പരാജയപ്പെടുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾക്കും ഇങ്ങനെ അന്ധമായ ചില ധാരണകളുണ്ട്. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്നേ ഉള്ളൂ, ആ കാരണം പരിഹരിച്ചാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്നുള്ള അന്ധമായ ധാരണ തെറ്റാണത്. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമല്ല ഉള്ളത്. ഒരു പ്രശ്നത്തിന് തന്നെ ഒരു കാരണമല്ല ഉള്ളത്, അനേകം കാരണങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി വിശകലനം ചെയ്ത് അതിൻ്റെ കാരണങ്ങൾക്ക് പരിഹാരം കാണുക, അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പുരോഗതി മാത്രമേ മനുഷ്യർക്ക് സാധ്യമാവൂ. നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണ്? നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ല. നമ്മുടെ നിയമങ്ങൾ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പുതിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നു, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നു. പാകിസ്ഥാനിൽ 2-3 വർഷം മുമ്പ് 3 ലിംഗക്കാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് നിയമ ഭേദഗതി ചെയ്തു. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യത്ത്. എന്റെ ഇസ്ലാമിൽ 3 ലിംഗക്കാരുണ്ടോ? ഇസ്ലാമിൽ ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിന്റെ ഒരു കിതാബിലും ആണും പെണ്ണും അല്ലാത്ത ഒരു 3 ലിംഗത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ച് കമാന്നും വേണ്ടിയിട്ടില്ല. ആണിന് ഇരട്ടിയും പെണ്ണിന് പകുതിയും സ്വത്തവകാശം എന്ന് പറയുന്നുണ്ട് ഖുർആനില്. ആണും പെണ്ണും അല്ലാത്തവന് 3 ലിംഗക്കാരന് എത്രയാണ് അവകാശം എന്ന് ചോദിച്ചാൽ എല്ലാ പ്രശ്നത്തിനും ഇതാ പരിഹാരം കിതാബിൽ എന്ന് പറയുന്നവരോട് ചോദിച്ചാൽ പരിഹാരമില്ല. അപ്പൊ അവരെന്നെ പരിഹാരം ഉണ്ടാക്കി. എങ്ങനെ പരിഹാരം ഉണ്ടാക്കി? യുക്തി ഉപയോഗിച്ച് പരിഹാരം ഉണ്ടാക്കി. അവരും മനുഷ്യരാണ്, അവർക്കും വോട്ടവകാശമുണ്ട് എന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്നില്ലേ? സ്വവർഗരതി പോലുള്ള പുതിയ ഇഷ്യൂസ്. സ്വവർഗരതി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് എന്തോ വലിയ അരാജകവാദികൾ കാട്ടിക്കൂട്ടുന്നെന്തോ തമ്മാടിത്തമാണ്. ആ ഒരർത്ഥത്തിലല്ല നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷം ഈ പറയുന്ന മൂന്നാം ലിംഗക്കാരെ പോലെ തന്നെ ശരീരപ്രകൃതിയിൽ പുരുഷനാണെന്നും സ്ത്രീയാണെന്നും കണ്ടാൽ തോന്നുമെങ്കിലും അവരുടെ പ്രകൃതം, അവരുടെ ലൈംഗിക പ്രകൃതം നേരെ വിപരീതമായിട്ടുള്ള ആളുകളുണ്ട്. പുരുഷന്റെ ശരീരം, പുരുഷന്റെ രൂപം, പക്ഷേ സ്ത്രൈണമായ വികാരങ്ങളും സ്ത്രൈണമായ ലൈംഗികതയുമുള്ള ആളുകളുണ്ട്. തിരിച്ചും അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് പരിഷ്കൃത ജനാധിപത്യ സമൂഹം അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലുമൊക്കെ ഈ വിഭാഗത്തെ അംഗീകരിക്കുന്നത്. ഇന്ത്യയിലും അവരെ അംഗീകരിക്കണം, അവരെ ക്രിമിനൽ കുറ്റവാളികളാക്കിക്കൂടാ എന്നുള്ള നിയമത്തെക്കുറിച്ച് കോടതിയും നമ്മുടെ നിയമനിർമ്മാണ സഭയുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആധുനികമായ ഇഷ്യൂസാണ്. അംഗവൈകല്യങ്ങളുള്ള മനുഷ്യരുണ്ട്, 1-2 ആകെ ജനിക്കുന്ന മനുഷ്യരിൽ 4% മനുഷ്യര് ഗുരുതരമായ അംഗവൈകല്യങ്ങളുള്ളവരാണ് എന്നാണ് ഒരു കണക്ക്. 10% മനുഷ്യര് മൈൽഡ് ആൻഡ് മോഡറേറ്റ് വൈകല്യങ്ങളുള്ളവരാണ്. ഇവരൊക്കെ പണ്ട് കാലത്ത് ഐസൊലേറ്റ് ചെയ്യുകയോ കൊന്നുകളയുകയായിരുന്നു. അപസ്മാര രോഗികളെ കൊന്നുകളയുന്ന ഒരു ചരിത്രം കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഇരുണ്ട ചരിത്രം. വിച്ച് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. ലക്ഷക്കണക്കിന് അപസ്മാര രോഗികളെ വിച്ചുകളാണ്, ദുർമന്ത്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട് കത്തോലിക്ക സഭ. അതുപോലെ മാനസിക രോഗം, അപസ്മാര രോഗം, മറ്റു പലതരത്തിലുള്ള വൈകല്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ ഒരു മൂലക്കിരുത്തിയിട്ട് സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക. ഇതായിരുന്നു അടുത്ത കാലം വരെയുള്ള ലോകത്തെല്ലായിടത്തുള്ള സമീപനം. പക്ഷേ പരിഷ്കൃത മനുഷ്യൻ ഈ പറയുന്ന നവോത്ഥാനത്തിന് ശേഷം, ജനാധിപത്യ ബോധത്തിന് ശേഷം, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള നൂതനമായ ചിന്തകൾ ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇതിലൊക്കെ സമീപനത്തിൽ മാറ്റം വരുത്തി. നമ്മൾ PWD ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വലിയൊരു നിയമം കൊണ്ടുവന്നു. ചില്ലറയൊന്നല്ലാതെ വൈകല്യമുള്ള ആളുകളെ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? അവരുടെ പോരായ്മകൾക്ക് ആവശ്യമായ പരിഹാരം
സമൂഹം, ഭരണകൂടം നൽകിക്കൊണ്ട് അവരെ കൂടി സമൂഹത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ട്. അതുകൊണ്ടാണ് വൈകല്യമുള്ള കുട്ടികളെ പ്രത്യേകം സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാട്. അവരെ സാധാരണ സ്കൂളിൽ മറ്റു കുട്ടികളെ കൂടെ പഠിപ്പിക്കുക, വൈകല്യമുള്ളവരെ പ്രത്യേക ഐസൊലേറ്റ് എടുത്ത് പാർപ്പിക്കുക എന്നുള്ളതല്ല. അവരെ സമൂഹത്തിന്റെ ഭാഗമായി, അവരും മനുഷ്യരാണെന്ന തോന്നൽ അവർക്കും അവരെ നോക്കുന്ന മറ്റു സമൂഹത്തിനും ഉണ്ടാവുക എന്ന രീതിയിലേക്ക് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഇതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നൂതനമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെയും യുക്തിപരമായും ഈ മനുഷ്യാവകാശ തത്വങ്ങൾക്കും മാനവികതയ്ക്കും അനുസൃതമായും യുക്തിക്കനുസൃതമായും പരിഹാരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് മെച്ചപ്പെട്ട സാമൂഹ്യ അവസ്ഥയിലേക്ക് മുന്നേറുക എന്നത് മാത്രമാണ് പരിഹാരം. അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കലണ്ടർ പോലെ ഇന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന പരിഹാരം എന്ന് പറഞ്ഞ ഒരു കിതാബ് ഉണ്ടാക്കി തൂക്കി വെക്കുക സാധ്യമല്ല. അത് മതത്തിന് സാധിച്ചില്ല. മതം ഇന്ന് അതിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. മതം ഇന്ന് ഇടങ്ങേറാവുന്നത് മതം കൊണ്ടുള്ള ഇടങ്ങേറാണ്. കാരണം മതത്തിലുള്ള നിയമങ്ങളെ കാലത്തിനനുസരിച്ച് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടുള്ള വലിയ ഇടങ്ങേറില്ല ഔലിങ്കഞ്ഞി കുടിക്കുകയാണ് ഇന്ന് മതം. മതമുണ്ടാക്കി തീർത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്ന് മതം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇല്ലേ? കത്തോലിക്ക സഭയൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് അവരുടെ ബിഷപ്പുമാരുടെ ലൈംഗിക കേസ് തീർക്കാനാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അവരിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇതൊന്നും സമഗ്രവും സമ്പൂർണവുമായ ഒറ്റമൂലി എന്ന സിദ്ധാന്തം തന്നെ അസംബന്ധമാണ്, മനുഷ്യപ്രകൃതത്തിന് എതിരാണ്. അതാണ് അതിനുള്ള ഒരു മറുപടി. മറ്റൊന്ന്, ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ നിർബന്ധമായി അനുസരിക്കേണ്ട ഒരേ ഒരു കിതാബേ ഉള്ളൂ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ജീവിക്കാൻ നമ്മൾ അനുസരിക്കേണ്ട ഒരേ ഒരു കിതാബേ ഉള്ളൂ. അത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിനെ ലംഘിച്ചാലേ ഉള്ളൂ നമുക്ക് ശിക്ഷ കിട്ടുള്ളൂ. അല്ലാതെ ഖുർആനും ബൈബിളും ലംഘിച്ചതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പൗരനും ഒരു കുഴപ്പമില്ല. പക്ഷെ മതക്കാർ നമ്മളെ വെട്ടാനും കുത്താനും വരും. ഇതാണ് അതിന് മറുപടി. എന്താ ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന് കുഴപ്പമുള്ളത്? നിങ്ങളുടെ മതഗ്രന്ഥത്തിന്റെ, നിങ്ങളുടെ ഈ 14 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കി എഴുതി വെച്ച കിതാബിന്റെ 10,000 മടങ്ങ് വെച്ചപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന. പോരായ്മകൾ ഉണ്ടാവും. പോരായ്മകൾ നമ്മൾ നിലനിർത്തല്ല, അത് പരിഹരിച്ച് നമ്മൾ ഇതിനെ വീണ്ടും പരിഷ്കരിക്കും. മനുഷ്യാവകാശ തത്വങ്ങൾ ലോകം അംഗീകരിച്ച് പ്രഖ്യാപിച്ച തത്വങ്ങൾ, ആ തത്വങ്ങൾ പൂർണ്ണമല്ല. അത് ഇനിയും പരിഷ്കരിക്കപ്പെടും. അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കും. നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടും. അങ്ങനെ പരിഷ്കരിച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നേറുക എന്നത് മാത്രമേ മനുഷ്യർക്ക് സാധ്യമാവൂ. പ്രകൃതിക്ക് പോലും അതേ സാധ്യമാവുന്നു. നിങ്ങൾ ഈ പറയുന്ന പടച്ചോന് പോലും അതേ സാധ്യമാവുന്നു. പടച്ചോന്റെ സൃഷ്ടികളിൽ നിങ്ങൾ പറയുന്ന പടച്ചോൻ സൃഷ്ടിച്ചതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, അതിലും ഇല്ലേ 10%? ഞാൻ പറഞ്ഞല്ലോ 10%, 4% ഗുരുതരമായ എറർ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. എങ്ങനെയാണ് സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ 4% മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരുന്നത്? കണ്ണില്ലാതെ ജനിക്കുന്നു, കാലില്ലാതെ ജനിക്കുന്നു, 4 കാലോട് കൂടി ജനിക്കുന്നു, കണ്ണു മൂക്കില്ല, എന്തെല്ലാം വൈകൃതങ്ങളോട് കൂടിയാണ് മനുഷ്യർ ജനിക്കുന്നത്. മന്ദബുദ്ധികളായി ഒരു പട്ടിയുടെ ബുദ്ധി പോലും ഇല്ലാത്ത മാരകമായ ബുദ്ധിമാന്യമുള്ള മനുഷ്യർ ജനിക്കുന്നു. ഇതൊക്കെ മനുഷ്യന്റെ കുറ്റമാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ ഈ പറയുന്ന കുറ്റമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് ഈ ശാസ്ത്രവും ഒക്കെ വികസിച്ച് ഇങ്ങനെ പ്രകൃതിയിലൊക്കെ ഇടപെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അധിക കാലം ആയിട്ട് 100, 200, 300 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പറയുന്ന വൈകല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും മനുഷ്യന്റെ കുറ്റമല്ല. മനുഷ്യന്റെ കുറ്റമാണെങ്കിൽ തന്നെ ഒരു കുട്ടി ജനിക്കുന്നതിന് മനുഷ്യൻ ചെയ്ത തെറ്റിന് കുട്ടിയെ വൈകല്യത്തോടു കൂടി ജനിപ്പിക്കുക എന്നുള്ളത് നേരും നെറിയുള്ള ഒരു പഠനം ചെയ്യാൻ പാടുണ്ടോ? കുറ്റം ചെയ്തവനല്ല ശിക്ഷിക്കേണ്ടത്. നിരപരാധിയായ ഈ കുട്ടിയെ ശിക്ഷിച്ചുകൊണ്ടാണോ ഇയാൾ കുറ്റം ചെയ്തതിന് പകരം വീട്ടില്ല? അതെങ്കിൽ ദൈവം ചെയ്യുന്ന നീതിമാനാണോ? അപ്പൊ അതൊന്നുമില്ല. അപ്പൊ പ്രകൃതിക്ക് പോലും ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതാണ് പരിണാമം. അവിടെയാണ് നമ്മൾ പറയുന്ന പ്രകൃതി നിർദ്ധാരണം വേണ്ടി വരുന്നത്. പ്രകൃതിയിലെ ഒന്നും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പ്രകൃതിയിലെ ഒരു ജീവിയും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഓരോ ജീവിക്കും അതിൻ്റെ സാഹചര്യങ്ങൾക്ക്, സന്ദർഭങ്ങൾക്ക്, ചുറ്റുപാടിനനുസരിച്ച്, പരിസ്ഥിതിക്കനുസരിച്ച് ഇങ്ങനെ അനുകൂലനങ്ങൾ നേടി പരിണമിക്കേണ്ടി വരുന്നത്. ആ പരിണാമം തുടർന്നുകൊണ്ടേയിരിക്കും, അത് അവസാനിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങൾ പിന്നെയും എവിടെയും അത് പെർഫെക്റ്റായി അവസാനിക്കുന്നില്ല. പെർഫെക്റ്റായി അവസാനിച്ചു കഴിഞ്ഞാൽ അത് നിർഗുണ പരബ്രഹ്മമായി മാറും. കെമിസ്ട്രിയിൽ അങ്ങനെയുള്ള ചില മൂലകങ്ങൾ അങ്ങനെയുണ്ട്. ഘടനാപരമായ പെർഫെക്ഷൻ ഉള്ളത് കൊണ്ട് അത് ഇനർട്ടായി പോകും. എന്ന് വെച്ചാൽ അതിനൊരു ഗുണം ഉണ്ടാവില്ല.
ഘടനാപരമായ ഇംപെർഫെക്ഷനാണ് ഏറ്റവും സക്രിയമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുക. മൂലകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മൂലകം കാർബണാണ്. കാർബൺ എന്ന മൂലകത്തിന് ഔട്ടർ ഓർബിറ്റിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. 4 ഇലക്ട്രോൺ ഔട്ടർ ഓർബിറ്റിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വളരെ അപൂർണമായ ഒരു മൂലകമാണെന്നാണ്. അതിന് 4 ആളെയും കൂടെ കിട്ടിയെങ്കിൽ പൂർണ്ണതയാവുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഈ ഓരോ ഇലക്ട്രോണും ഓരോ കണങ്ങളെ, മറ്റു തന്മാത്രകളെ കൂട്ടിപ്പിടിക്കും. അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ 4 8 ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് 4 8 അല്ല 16 അല്ല 36 അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഘടന ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ സാധനങ്ങളാണ് എന്താണ് പറയുക, ഓർഗാനിക് തന്മാത്രകൾ, ഓർഗാനിക് പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ജൈവ പദാർത്ഥങ്ങളൊക്കെ ഈ കാർബണിന്റെ ഈ ഒരൊറ്റ ഗുണം കൊണ്ട്, ഗുണം എന്നാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അത് ഇംപെർഫെക്ഷൻ ആണ്. ആ ഇംപെർഫെക്ഷൻ മൂലം അനേകം മൂലകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിസങ്കീർണമായ നമ്മുടെ DNA പോലെയുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ തന്മാത്രകൾ പോലെയുള്ള ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവ പ്രകൃതിയിൽ രൂപപ്പെട്ടു എന്നതുകൊണ്ടാണ് ഈ ജൈവ വൈവിധ്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടായത്. അതിന്റെ ഇംപെർഫെക്ഷൻ വീണ്ടും തുടരുന്നത് കൊണ്ടാണ് അത് പിന്നെയും സങ്കീർണമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനും മനുഷ്യന്റെ തലച്ചോറും അടക്കമുള്ള അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ ഭൂമിയിൽ രൂപപ്പെടാൻ കാരണമായത് ഈ കാർബൺ തന്മാത്രയുടെ അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ ഇംപെർഫെക്ഷൻ ആണ്. അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റു മൂലകങ്ങളുമായി കൂടിച്ചേർന്ന് അത് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഘടന പൂർണ്ണമായിട്ടുള്ള ആർഗോൺ, ക്രിപ്റ്റോൺ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഒരു ഗുണമല്ല, നിർഗുണ പരബ്രഹ്മങ്ങളാണ്. ദൈവം പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം നിർഗുണ പരബ്രഹ്മനാവണം. ദൈവം പെർഫെക്റ്റ് ആണ് എന്നാണ് മതവാദികൾ പറയുന്നത്. പെർഫെക്റ്റ് ആണ് ദൈവമെങ്കിൽ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കാനൊന്നും പോവില്ല. കാരണം പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണെങ്കിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തോ ഒരു ലക്ഷ്യമുണ്ട്. മൂപ്പർക്ക് എന്തൊക്കെയോ ഇനിയും നേടാനുണ്ട് എന്നാണ്. ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പര് പെർഫെക്റ്റ് അല്ല എന്നർത്ഥം. മൂപ്പർക്കും എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ദൈവം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ ദൈവം നിർഗുണ പരബ്രഹ്മമാണെന്ന് തെളിയിക്കപ്പെട്ടു. നിർഗുണ പരബ്രഹ്മം ഉണ്ടായാലും ഇല്ലെങ്കിലും കണക്കന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമഗ്ര സമ്പൂർണമായ ഒറ്റമൂലി പരിഹാരമൊന്നും മനുഷ്യന്റെയോ പ്രകൃതിയിലെയോ ഒരു പ്രശ്നത്തിനും ഇല്ല. പ്രകൃതിക്ക് പോലും അങ്ങനെ ഒരു ഒറ്റമൂലിയിലൂടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യനും അത് സാധ്യമല്ല. അതുകൊണ്ട് ഈ ചോദ്യം, പകരം വെക്കാൻ എന്തുണ്ട് എന്നുള്ള ചോദ്യം അസംബന്ധമാണ്. ഉത്തരം വളരെ കൃത്യമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിച്ചാൽ മതി. വേറൊന്നും അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പോൾ കുറേ ധാർമ്മികതയുടെ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ പറയാം. അതൊക്കെ നമ്മൾ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്കൊന്നും അടങ്ങുന്നില്ല. മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ 100% സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനൊന്നുള്ള കഴിവ് മനുഷ്യനില്ല. നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, നമുക്ക് കിട്ടിയ സിദ്ധി അനുസരിച്ച് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാവാം, വിയോജിപ്പുകൾ ഉണ്ടാവാം, യോജിപ്പുകൾ ഉണ്ടാവാം. അവയെല്ലാം പരസ്പരം സ്നേഹത്തോടെ പങ്കുവെക്കുകയും അതിൽ നിന്ന് കൂടുതലായി ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ, പുതിയ പുതിയ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ട, ഇന്നത്തേതിനേക്കാൾ സമാധാനപൂർണമായ, ഇന്നത്തേതിനേക്കാൾ സന്തോഷപൂർണമായ ജീവിതാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമേ മനുഷ്യർക്ക് സാധ്യമാവൂ. ആ പോരാട്ടത്തിൽ മനുഷ്യർക്ക് ഗുണകരമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളത് ചരിത്രത്തിൽ യുക്തിചിന്തകരായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നാലെ ഗമിച്ചവരാണ്, ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോയവരാണ്, പൊങ്ങുതടി പോലെ ഒഴുകിപ്പോയവരാണ്. ആ ബഹുഭൂരിപക്ഷവും സമൂഹത്തിന് ഒരു ഗുണവും ഒരു മാറ്റവും സംഭാവന ചെയ്തിട്ടില്ല. മറിച്ച് ഒഴുക്കിനെതിരായി നീന്തിയ, അതിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച, നിലവിലുള്ള സാമ്പ്രദായിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്ത സ്വതന്ത്ര ചിന്തകരായ നവോത്ഥാന നായകരാണ് മനുഷ്യ സമൂഹത്തിലും ശാസ്ത്രരംഗത്തും എല്ലാ രംഗത്തും മനുഷ്യർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ മാനവികതയിലേക്കുള്ള മുന്നേറ്റത്തിൻ്റെ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും കക്ഷി ചേരണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം.